ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിർമ്മലമായ ഒരു സുവിശേഷ പ്രസംഗത്തിന് ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ യേശുവാണ് ലോകത്തിൻ്റെ പാപപരിഹാരകനായി തീർന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ വേദപുസ്തകത്തിലൂടെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ഇതാ, ബിഹോൾഡ് എന്നൊരു വാക്കാണ്. വേദപുസ്തകത്തിൽ പല സ്ഥലത്തുണ്ട് ഈ വാക്ക്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. അങ്ങനെ ഇതാ 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 എന്ന് പറയുന്ന കുറേ വേദഭാഗങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു. അടുത്ത ഭാഗം ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് ചിന്തിക്കുന്നത്. പിന്നെ പറയുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് ആ ഭാഷ വളരെ സുപരിചിതമാണെങ്കിലും നാട്ടുകാർക്ക് ആ ഭാഷ അത്ര സുപരിചിതമല്ല. യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളൊരിക്കൽ ചോദിച്ചു, നമ്മൾ പറഞ്ഞു മുറിഞ്ഞകരം മുറിഞ്ഞകരം. അപ്പോൾ ഒരാൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ യേശുക്രിസ്തു വികലാംഗനാണോ എന്ന് ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഭാഷകളൊക്കെ ഒരു ദ്വയാർത്ഥ പദപ്രയോഗമാണ്, ആത്മീയവും കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ലളിതമായിട്ട് ഇതിലൂടെ ഒന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ചുമലിൽ 4 സമയത്തുള്ള 4 ചുമടുകൾ കാണാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ചുമന്നിട്ടുള്ളത് 4 ചുമടുകളാണ്. ഒന്ന്, ഏകദേശം ചരിത്രകാരന്മാർ പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ 220 പൗണ്ട് തൂക്കം, 8 അടി നീളം, 4 അടി വീതി വരുന്ന ഒരു പൈൻമരക്കുരിശ്. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ചുമന്നു. അതാണ് ഒന്നാമത്തെ ഭാരം. അതിൻ്റെ ഓർമ്മയാണ് കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആളുകൾ ഇങ്ങനെ കുരിശൊക്കെ ചുമക്കുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേർ എന്നോട് ചോദിച്ചു, രണ്ടാമത്തെ മോളി ചോദിച്ചു, ഈ കുരിശ് ചുമന്ന പോലെ ആളുകൾ ചുമക്കുന്നുണ്ടല്ലോ, അവരെല്ലാം കുരിശിൽ കയറി ചത്തേച്ചാണോ വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മരിക്കാനൊന്നും അവർ നിൽക്കുകയില്ല, ചുമക്കാനേ നിൽക്കത്തുള്ളൂ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി വലിയ കുരിശൊക്കെ ആളുകളിങ്ങനെ ചുമന്നുകൊണ്ട് ഒത്തിരി പേര് കൂടി ചുമന്നുകൊണ്ടൊക്കെ പോകും നമ്മൾ കാണാനിടയായിത്തീർന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ അതിനെക്കുറിച്ചൊക്കെ ഈ തടിയെല്ലാം കൂടെ വെട്ടി നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ രംഗത്ത് വരുന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചുമക്കുന്ന ഒന്നാമത്തെ യേശുവിൻ്റെ ചുമട് അതങ്ങനെ ആവർത്തിച്ച് ചുമക്കേണ്ട ഒരു സംഗതിയല്ല. ഒറ്റ പ്രാവശ്യമായി യേശു അത് ചുമന്ന് കഴിഞ്ഞു. ഇനി ഒരിക്കലും അത് ചുമക്കേണ്ടതില്ല. എല്ലാ ഡിസംബർ 25 കടലാസ് വിളക്കിൽ ജനിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച മരിച്ച് രണ്ടാമത്തെ ആഴ്ചയിൽ സിമൻറ്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിൻ്റെ കുരിശിൽ മരിക്കുന്ന ഈ ഒരു യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് താങ്കളുടെ മനസ്സിൽ ജനിക്കുന്ന, ഹൃദയത്തിൽ ജനിക്കുന്ന, താങ്കളെ കരം പിടിച്ച് നടത്താൻ കഴിയുന്ന, ജീവിക്കുന്ന ഒരു ദൈവം. മരിച്ച ദൈവത്തെയല്ല, ജീവിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ചുമട് അവൻ ചുമന്നു. അതാണ് ആ മരക്രൂശ്. 2, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരാളുടെ ജീവിതഭാരങ്ങൾ അന്നു മുതൽ അയാൾ മരിക്കുന്നത് വരെ അതാര് ചുമക്കും? യേശുക്രിസ്തു ചുമക്കും. നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെട്ടവർ സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യം. അതാണ്. കടം കാണും, ജപ്തി കാണും, പ്രശ്നങ്ങൾ കാണും, രോഗങ്ങൾ കാണും, പക്ഷേ ചുമക്കാനൊരാളുണ്ട് എന്ന ധൈര്യമാണ് ഇതിനകത്തെല്ലാം ഞങ്ങളെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ കാരണം. കലപ്പയിൽ കൈവച്ച ശേഷം 10 പ്രാവശ്യമെങ്കിലും കൈയെടുക്കാൻ തോന്നിയിട്ടുണ്ടാകും. കരഞ്ഞ് കാറിക്കൂവി എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യമോ ഇന്നത്തെ സാഹചര്യങ്ങളോ ഒന്നുമല്ല പണ്ട് കാലത്ത് പെന്തക്കോസ്തുകാർ അനുഭവിച്ചിട്ടുള്ളത്. കൈയെടുക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലെല്ലാം 2 കരവും വിട്ട് നെറുകന്തലെ കൈവച്ച് വാവിട്ട് കരയേണ്ട സന്ദർഭങ്ങളിൽ ഒരു കരം മാത്രം എടുത്ത് കൈലേസ് കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ച് യഹോവ നല്ലവൻ എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഹൃദയത്തോടെ ഇടറാത്ത പാദങ്ങളുമായി ഇന്നുവരെ ജീവിക്കുവാൻ കൃപ നൽകപ്പെട്ടതിൻ്റെ കാരണം ചുമക്കുന്നൊരു കർത്താവുണ്ടെന്ന ബോധ്യം വന്നതുകൊണ്ടാണ്. 68-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയാകുന്ന ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പം നമ്മുടെ ഭാരങ്ങൾ ചുമക്കാൻ എല്ലാവരുടെയും അല്ല,
രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ പാപഭാരം യേശുക്രിസ്തുവിൻ്റെ ചുമലിലുണ്ട്. അതാണ് കാൽവറിയിലെ ക്രൂശ്. 2, രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത ഭാരങ്ങൾ, ദൈവത്തെ ഓർത്ത് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത ഭാരങ്ങൾ ആര് ചുമക്കാൻ വിട്ടുകൊടുക്കണം? കർത്താവിന്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിത ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഞാൻ കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. 3, നമുക്കൊരു ബലഹീനത വന്നാൽ നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. തേനീച്ചക്കൂട്ടിൽ ഒരു തേനീച്ചയ്ക്ക് ബലഹീനത വന്നാൽ മറ്റ് തേനീച്ചകൾ അതിനെ ഒരുമിച്ച് ചുമക്കും. എന്തിനാണെന്നറിയാമോ? സപ്രപഞ്ചക്കട്ടലിൽ ഊഞ്ഞാലാട്ടാനല്ല, മറ്റ് തേനീച്ചകൾക്ക് കേടുവരാതിരിക്കാൻ ഈ സാധനത്തെ വെളിയിൽ തള്ളും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം സംഭവിക്കുമ്പോൾ, ഒരു ബലഹീനത സംഭവിക്കുമ്പോൾ ആട്ടിത്തൂക്കി എടുത്ത് തൂക്കം നോക്കി വെളിയിലോട്ട് ഇട്ട് കളയുന്ന ഒന്നല്ല ദൈവസഭ. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ സംഭവിച്ചാൽ അതിനെ ചുമലിൽ വഹിക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരാട് കാണാതെ പോയാൽ, കണ്ടുകിട്ടിയാൽ ആ ഇടയൻ അതിനെ എവിടെ എടുത്തോണ്ടാ വരുന്നേ? പൊള്ളാച്ചിയിൽ നിന്ന് കന്നുകാലിയെ കൊണ്ടുവരുന്ന പോലെ ചാട്ടവാറുണ്ട്, അതിൻ്റെ പുറകുവശം അടിച്ച് 2 അടിയുടെ പാടും വരുത്തി മലമൂത്ര വിസർജനം ചെയ്ത് നാട്ടുകാർ കാണുകെ ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് വരുമെന്നല്ല, അതിനെ ചുമലിൽ എടുത്തുകൊണ്ട് വരുമെന്നാണ്. കർത്താവിൻ്റെ ചുമലിൽ കയറാൻ വൃത്തികേട് കാണിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ബലഹീനതകൾ ചുമക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അത്ര ബലമുള്ളത് കൊണ്ടൊന്നുമല്ല ഇന്ന് രാത്രിയിൽ നമ്മളുടെ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. ശരീരത്തിൽ ഒരു അക്ഷരം പുറത്തു വരാൻ 450 മാംസപേശികൾ ചലിച്ചാലേ ഒരക്ഷരം പുറത്തു വരൂ എന്ന് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതിൽ എവിടെയെങ്കിലും ഒരു മാംസപേശികൾ ചലിക്കാൻ താമസിച്ചാൽ അക്ഷരം കുഴഞ്ഞു പോകും, സ്ട്രോക്ക് വന്നെന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മുടെ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ കഴിച്ച ഒരു ഭക്ഷണത്തിനും അതിൻ്റെ കൃപ കൊണ്ടൊന്നും അതിൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല, ഇന്ന് രാത്രിയിലും നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ പവറും ദൈവം ഏറ്റെടുത്ത് നമ്മെ നടത്തുന്നു. നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്നവനാണ്. നമ്മുടെ ബലഹീനതകൾ ചുമക്കുന്ന ഒരു ദൈവം. 4, യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ചുമക്കുമെന്ന് അറിഞ്ഞിട്ടും, യേശുക്രിസ്തു നമ്മുടെ ജീവിതഭാരം ചുമക്കുമെന്ന് മനസ്സിലായിട്ടും, നമ്മുടെ ബലഹീനതകൾ ചുമക്കാൻ അവൻ സദാ സന്നദ്ധനാണ് എന്ന് ഗ്രഹിച്ചിട്ടും ഇതൊക്കെ കാണാതെ കേൾക്കാതെ നിങ്ങൾ പോയാൽ ഒന്ന് ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ഇനി ഒന്നുകൂടെ ചുമക്കാൻ വരും. അത് പാപഭാരം ചുമക്കാനല്ല, ബലഹീനത ചുമക്കാനല്ല, നമ്മുടെ ജീവിതഭാരം ചുമക്കാനൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ ആധിപത്യം ചുമക്കുവാൻ അവൻ വരും. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അർത്ഥാൽ ഇന്ന് രാത്രി ആണിപ്പെടുന്നുള്ള കരം കൊണ്ട് സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഈ കല്ലേലി ജംഗ്ഷനിൽ 3-ാം പ്രാവശ്യം സുവിശേഷ യോഗത്തിലൂടെ നിങ്ങളെ സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഈ യേശുവിൻ്റെ കരം എന്നും ഇങ്ങനെ സ്നേഹത്തോടെ മാടി വിളിക്കുകയില്ല. സുവിശേഷം നിങ്ങൾ തിരസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ന്യായവിധി നടത്തുന്ന ന്യായാധിപന്റെ ബലിഷ്ഠമായ കരമായും തൂലികത്തുമ്പായും ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന പുസ്തകത്തിന്റെ ഉടമസ്ഥനായും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ പോലെ അവൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നൊരു കാലം വരും. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. ഈ 4 ചുമടുകളാണ് വേദപുസ്തകം പറയുന്നത്. അതിൽ 4ഉം പറയേണ്ടതാണ്. 1-ാമത്തേത് മാത്രം 4-ാമത്തേതുമാണ് ഞങ്ങൾ പൊതുവേദികളിൽ പറയാറുള്ളത്. 1, നമ്മുടെ പാപഭാരം ചുമക്കുന്ന ക്രിസ്തു. 2, ലോകത്തിൻ്റെ ആധിപത്യം ചുമക്കുവാൻ വരുന്ന കർത്താവായ യേശുക്രിസ്തു. അതൊക്കെ ഞങ്ങൾ പറയാനുള്ള കാരണം, എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അതിനൊക്കെ പരിമിതിയുണ്ടല്ലോ. 5 വർഷം ഇടത്തോട്ട് 5 വർഷം വലത്തോട്ട്, അത് രണ്ടും പറ്റിയില്ലെങ്കിൽ ആരുടെ പിന്തുണയും തേടാം. അതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത അങ്ങനെ എങ്ങനെയും ഭരിക്കാൻ വരികയില്ല. വന്നാൽ ഒറ്റ കസേരയിട്ട ഒരു പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം, 1-2 വർഷമല്ല, 1000 വർഷം ഈ ലോകത്തെ ഭരിച്ച് കാണിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഏക ചക്രാധിപതിയും ദൈവാധി ദൈവവും രാജാധി രാജാവുമായ ഒരു യേശുക്രിസ്തുവിൻ്റെ ഭരണം ലോകത്തിൽ വരും. അത് 100% ഉറപ്പാണ്. മറ്റ് 2 ചുമടുകൾ ഞങ്ങൾ സഭയുടെ അകത്തളങ്ങളിലാണ് പ്രസംഗിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ ചുമക്കുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം. ഇന്ന് രാത്രി 1-ാമത്തെ ചുമടുമായിട്ട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നു. ഇതാ മാറ്റിവെക്കുന്ന ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.
വേദപുസ്തകത്തിൽ നിരവധി ഭാരങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ചുരുങ്ങിയ വർഷം 8 ഭാരങ്ങളെങ്കിലും മനുഷ്യനോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. സാമ്പത്തികം ഒരു ഭാരമാണ്. വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഒരു ഭാരമാണ്. എന്താ തെളിവ്? അവർ കൊണ്ടുപോകുന്ന ഓക്സിജൻ സിലിണ്ടർ പോലത്തെ ബാഗ് പുറകിലുള്ളത് കൊണ്ടല്ല. IAS പഠിക്കുന്ന പിള്ളേരാന്ന് പറഞ്ഞാലും, ക്ലാസ്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞാലും, നാളെ സ്കൂൾ അവധിയാണെന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു ലഡു പൊട്ടും. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, അവർക്ക് വിദ്യാഭ്യാസം ഒരു പരിധിവരെ ഒരു ഭാരമാണ്. സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതന്മാരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ അവർ ചോദിക്കും, എന്നാ ജാകുന്ന ചോദിക്കുന്ന കാര്യം സങ്കടം കൊണ്ടൊന്നുമല്ല, ഒരവധി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വിദ്യാഭ്യാസം ചില ആളുകൾക്ക്, ചില കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാരമാണ്. രോഗം പലർക്കും ഒരു ഭാരമാണ്. ഞങ്ങളുടെ ദൈവദാസന്മാരെ കുറിച്ചൊക്കെ വേദപുസ്തകം, പ്രസ്ബിറ്റന്മാരെ കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്ന പൗലോസിന്റെ വാക്കാണ്, സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. നമ്മൾ പ്രസ്ബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കൊള്ളാം, നല്ല സ്ഥാനം എന്നൊക്കെ പറയുന്നെങ്കിലും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നമ്മൾ സ്വകാര്യമായിട്ട് ചോദിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഇന്നലെ ട്രാൻസ്ഫറിൻ്റെ സമയമൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൊബൈൽ ഓഫ് ചെയ്യല്ലാണ്ട് വേറെ മാർഗമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ യുദ്ധിച്ചുമ്പോൾ കുടുംബജീവിതം ചിലർക്കൊരു ഭാരമാണ്, മക്കൾ ചിലർക്കൊരു ഭാരമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ജോലി ഒരു ഭാരമാണ്. 6-7 ഭാരങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാരം, ചിലർക്ക് അവരുടെ ശരീരം തന്നെ ഒരു ഭാരമാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാരമാണ് പാപഭാരം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ മണ്ഡലത്തിലൊക്കെ ചില ആളുകൾ പറയുന്നേക്കാം, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭാരവുമില്ല എന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്നതിന് കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് പാറക്കടവിൽ എഴുതിയൊരു പാട്ടുണ്ട്. എന്നാണെന്നറിയാമോ? ഷാജൻ പാറക്കടവിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. അദ്ദേഹം പോലും വിചാരിച്ചില്ല ഈ പാട്ട് തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തും പോലും പറയും, ഈ പാട്ട് ഞാൻ എഴുതല്ല, ബുദ്ധിക്കുക. ആളുകളിപ്പോൾ പറഞ്ഞ ഒരു ഭാരവുമില്ല, ഒരു ഭാരവും, രക്ഷിക്കപ്പെട്ടൊരു ഭാരവുമില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു ഭാരവുമില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ കടന്നുപോയാൽ വാക്കുകൾ ക്ഷമിക്കണമേ. അങ്ങനെ പറയുന്നവൻ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചുരുങ്ങിയ പക്ഷം രക്ഷിക്കപ്പെട്ടവൻ ആത്മഭാരം എന്നൊരു ഭാരമെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലും ഇല്ലാത്തവൻ ഭൂമിയിൽ ജീവിച്ചിട്ടെന്നാ കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഭാരങ്ങളെ നമ്മൾ 3ആയിട്ട് തിരിക്കും. കർത്താവ് വെക്കുന്ന ഭാരങ്ങൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാരങ്ങൾ, പിശാച് നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന ഭാരങ്ങൾ. ഇതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നൊരു വലിയ ഭാരമാണ് സുവിശേഷ വേലയുടെ ഭാരം എന്ന് പറയുന്നത്. ഫിലിപ്പോസ് ദാനിയേൽ പാസ്റ്ററെ കണ്ടുപിടിച്ചാൽ ആ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ സമീപത്ത് അതിനെ വെല്ലാൻ ഒരാളില്ല. രാവിലെ പുസ്തകവും കാറും ഒക്കെ ആയിട്ട് ഇറങ്ങിയാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. കർത്താവ് കൂടുതലായിട്ട് സഹായിക്കട്ടെ. ഇവിടെ ഈ പാപഭാരം എന്ന് പറയുന്ന ഭാരം എന്താണെന്ന് ചോദിച്ചാൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർക്ക് പാപഭാരമൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഡെഡ് ബോഡിയുടെ പുറത്ത് ഒരു JCB കയറ്റി വെച്ചാലും അയാൾക്ക് കനമൊന്നും തോന്നില്ല. എന്താ കാര്യം? ചത്ത് കിടക്കുകയാണ്. അപ്പം മരിച്ചു കിടക്കുന്നതിന് പാപഭാരവും തോന്നില്ല. ജീവിച്ചിരിക്കുന്നവനോ, നമ്മളൊക്കെ സുവിശേഷ വേലക്കാരൻ രക്ഷിക്കപ്പെട്ടവരുമാ, അനധികൃതമായ നിലയിൽ അവിചാരിതമായി പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത 1-2 വാക്കുകൾ ഭാര്യയോടോ പിള്ളേരോടോ പറഞ്ഞാൽ അന്ന് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ പറയും, നീ അങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറയുന്ന കാര്യം അറിയാമോ? ആ പാപഭാരം കൊണ്ടാണ്. അപ്പോൾ ജീവിക്കുന്നവർക്ക് എപ്പോഴും പാപഭാരം ഉണ്ടാകും, ചത്ത് കിടക്കുന്നവന് പാപഭാരമേ ഉണ്ടാകത്തില്ല. ഇനി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാപഭാരം എന്ന് പ്രസംഗിക്കുന്നത്? ആളുകൾ എപ്പോഴും പറയും, പെന്തിക്കോസ്തുകാർ മൈക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നു എല്ലാവരും പാപികളാണ്, അവർ മാത്രം വിശുദ്ധരാണ്. എന്നാൽ പിന്നെ കപ്പേള നിങ്ങളുടെ പേരിൽ അങ്ങ് വെച്ചേക്കാം, ഒരു കുരിശ് അങ്ങോട്ട് ഒരു മെരുതിനെ അങ്ങോട്ട് കത്തിച്ചേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പാപത്തെക്കുറിച്ചുള്ള വാക്ക് എന്താണ് വാസ്തവത്തിൽ? പാപം എന്ന് പറയുന്ന 2 അക്ഷരം ഇടയ്ക്ക് ഒരു വള്ളിയും പുള്ളി ഇട്ട് കഴിയുമ്പം പാപം എന്ന വാക്കായി, ഇല്ലേ? ഇംഗ്ലീഷിൽ സിൻ. അത് നടുക്ക് വെട്ടുമ്പോഴാണല്ലോ ക്രൂശൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ പാപം എന്ന വാക്കിന് ആളുകൾ ഈ ദൈവശാസ്ത്രത്തിൽ പാപത്തെക്കുറിച്ച് 7 ഓമനപ്പേരുകൾ, പാപത്തിൻ്റെ 7 ഓമനപ്പേരുകളുണ്ട്. ഇമ്മാനുവേൽ കാന്ത്, റിട്ഷൽ, പരിണാമവാദ സിദ്ധാന്തക്കാർ, സ്റ്റോയിക് ചിന്താഗതിക്കാർ, ജ്ഞാനവാദികൾ, അതുപോലെ കോൺ, എലിയട്ട്, കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയിട്ടുള്ള 7 വിഭാഗത്തിലുള്ള ആളുകൾ പാപത്തെക്കുറിച്ച് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് രസകരമായ നിർവചനമാണ്. അതിന് ഞങ്ങൾ തിയോളജിയിൽ പറയുന്ന പാപത്തിൻ്റെ ഓമന പേരുകൾ എന്നാണ് അതിന് പറയുന്നത്. ഉദാഹരണം, ഒരു കൂട്ടർ പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ കോൺ, എലിയട്ട്, റിട്ഷൽ, ഇമ്മാനുവേൽ കാന്ത്, കമ്മ്യൂണിസ്റ്റുകാരുടെ പരിണാമസിദ്ധ, ഇവരൊക്കെ ഒരു കൂട്ടർ പറയുന്നു അജ്ഞത.
അജ്ഞത മുഖാന്തരം പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയാണ് പാപം. എന്നാൽ ഇത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ഒരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കാല് വഴുതി വീഴുന്ന പോലെ അങ്ങനെ സംഭവിക്കുന്ന ഒന്നാണ് പാപം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചില പാപങ്ങൾ, തെറ്റുകൾ അവർ വീണു പോകാറുണ്ട്. അജ്ഞത മുഖാന്തരം, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം. ഇനി വേറെ ഒരു കൂട്ടർ അതിനകത്ത് പഞ്ചസാര തേച്ചിട്ട് പറയുന്നത് ജിജ്ഞാസ മുഖാന്തരം, അറിയാനുള്ള ആവേശത്തോടെ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിക്കാണ് പാപം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. എൻ്റെ അപ്പനാണ് എന്നെ ബീഡി വലിക്കാൻ പഠിപ്പിച്ചത്. എന്താ കാര്യം? അപ്പൻ ഈ തെറുപ്പ് ബീഡിയാണ് വലിക്കുന്നത്, അത് കത്തുകയില്ല. അപ്പം എന്നോട് പറയും കത്തിച്ചുകൊണ്ട് ഓടാന്ന് പറയും. അപ്പോൾ ഈ അപ്പനെ ഞാൻ ബീഡി കത്തിച്ചു കൊടുത്തിച്ച് നോക്കുമ്പോഴുണ്ട് അപ്പൻ ആ പുക അകത്തോട്ട് വലിച്ചു വെച്ചും കുറേ നേരം പുക കാണാനില്ല. എൻ്റെ ആകാംക്ഷ കൂടി, ജിജ്ഞാസ കൂടി, ഇതെവിടെ പോയി ഈ പുക നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ അതിങ്ങനെ ഓടു ഫാക്ടറിയുടെ പുകക്കൊടിന്ന് വരുന്ന പോലെ നീളത്തിൽ വരുന്നു. പിന്നെ വട്ടത്തിൽ പിടിച്ചിട്ട് ഒരു തള്ളുമ്പോഴുണ്ടല്ലോ വട്ടത്തിൽ വരുന്നു. ഞാൻ നോക്കിയിരുന്നപ്പോൾ എൻ്റെ മുഖത്തോട്ടൊക്കെ വിട്ടിട്ട് എൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് വന്ന് പൊട്ടിത്തെറിച്ച് ചുമള പോലെ പോകുന്നു. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്ന്. ഒരു ദിവസം ഈ തെറുപ്പ് പിടി ഒന്നും അങ്ങനെ പെട്ടെന്ന് കത്തിച്ചാൽ കത്തുകയില്ല, അത് ചുണ്ടത്ത് വെച്ച് വലിച്ചാലേ കത്തുള്ളൂ. അതുകൊണ്ട് അപ്പനാണ് ആ കാര്യത്തിൽ ഗുരു എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വീടി ഇങ്ങനെ വലിച്ചും ആഞ്ഞൊരു പുക അകത്തോട്ട് വലിച്ച് വിഴുങ്ങി. കാരണം ഇത് അപ്പൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തേച്ച് ഞാൻ നേരെ പടിഞ്ഞാറ് മുറ്റത്തോട്ട് പോയി. ഇത് ഏതിലേ വരും എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അവിടെ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ പുക വരാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഇത് ഏതിലെ വന്നു വെച്ചാൽ ഇത് കണ്ണിക്കട വന്നു, മൂക്കിക്കട വന്നു, ചിരിച്ചോണ്ട് വന്നു, കുരച്ചോണ്ട് വന്നു. എന്തിനു പറയുന്നു? നമ്മൾ പണ്ട് പറയില്ല, ഒരു വഴിയായിട്ട് പോയി 7 വഴിയായിട്ട് ഒന്ന് പറഞ്ഞ പോലെ ശരീരത്തിൽ എവിടെയെല്ലാം കിഴുത്തുണ്ടോ അതിലൂടെ എല്ലാം ഈ സാധനം വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാലും വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പം ഈ സാധനം അങ്ങനെ പിന്നീട് അങ്ങനെ ചെയിൻ സ്മോക്കറായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പം അപ്പൻ വലിച്ച ബീഡിയുടെ കുറ്റി, ചാരായത്തിൻ്റെ കുപ്പി കടിച്ചു പൊട്ടിക്കാൻ നമ്മളെ ഏൽപ്പിക്കുക. അതിൻ്റെ ചാരായത്തിൻ്റെ ആ മണമൊക്കെ, അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ അറിയുന്നത്. അപ്പം അറിയാനുള്ള ഒരാഗ്രഹം, വലിച്ചാൽ എങ്ങനെ ഇരിക്കും, കുടിച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു സിനിമ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ഇന്ന തെറ്റ് ചെയ്തു പോയാൽ എങ്ങനെ ഇരിക്കും, യുവതി യുവാക്കളെ ആകർഷിക്കുന്ന കാര്യം അതാണ്. അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് അറിയണമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കണ്ടേ? അതാണ് അവർ പറയുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്താണെന്നറിയാമോ? എവിടെയാണോ അടിമ ഉടമ സമ്പ്രദായം ഉടലെടുക്കുന്നത്, തൊഴിലാളി മുതലാളി വ്യവസ്ഥകൾ എവിടെയാണോ സംജാതമാകുന്നത്, അവിടെയാണ് പാപം എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായമായ കൂലി കൊടുക്കാതെ വരുമ്പോൾ, സമത്വ സുന്ദരമായ രാജ്യം എന്ന വിഭാവന, ആ സ്വപ്നം ഇവിടെ നടപ്പിലാകാതെ വരുമ്പോൾ, അടിമ ഉടമയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പാപം രംഗപ്രവേശനം ചെയ്യുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഇന്ത്യൻ ദാർശനികൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നതിന് പാപത്തിന് വേറൊരു പട്ടികയാണ്. ഈശ്വരനും മനുഷ്യനും തമ്മിൽ ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടവുണ്ട്. ആ വിടവിന് പറയുന്ന പേരാണ് പാപം. കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. കാരണം അത് ഒരിക്കലും നികത്താൻ പറ്റില്ല. ഈശ്വരനും മനുഷ്യനും തമ്മിൽ ഒരിക്കലും നികത്താനാകാത്തൊരു വിടവ്. ആ വിടവുള്ളത് കൊണ്ടാണ് പൂജാരിമാരും പുരോഹിതന്മാരും കഞ്ഞു കുടിച്ചു പോകുന്നത്. കാരണം ആ വിടവ് നികത്താനാണ് ഇവർ കർമ്മകാണ്ഡങ്ങളിലൂടെ, ചൊല്ലുത്തിലൂടെ ഇവരിങ്ങനെ കർമ്മമണ്ഡലങ്ങളിൽ നിൽക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ നമ്മളും ദൈവം തമ്മിൽ ഒരിക്കലും നികത്താൻ പറ്റില്ല ചില കാര്യങ്ങൾ. അപ്പൊ ആ നികത്താനാകാത്ത സംഭവം എന്താണോ അതിനാണ് പാപം എന്ന് നിങ്ങൾ പറയേണ്ടത്. അതുപോലെ എങ്ങനെ ധാർമ്മിക മൂല്യച്യുതിയുടെ ഫലമായിട്ടാണ് പാപമുണ്ടാകുന്നത്. വേറൊരു ഗ്രൂപ്പിന്റെ ആശയമാണ് ധാർമ്മികമായ മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ ധർമ്മം എന്താണെന്ന് അറിയാൻ മേല. ഞാൻ ലളിതമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഒരിക്കൽ ഡ്രൈവിംഗ് തെറ്റിച്ചപ്പോൾ എന്നെ വയറ്റിൽ വെച്ച പോലീസുകാരെ പിടിച്ചു. എന്നെ പിടിച്ചു ഇങ്ങോട്ട് വാ, ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് 150. ഞാൻ പറഞ്ഞു സാറേ എന്നോട് ചോദിച്ചു എന്താ പിടിച്ചതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേല, നിങ്ങൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ വീട്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടണം, എന്നിട്ട് യു ടേൺ തിരിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഈ പാരൽ റോഡിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകണം. ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. 150 രൂപ വെച്ച് പൊക്കളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായി സാറേ. മനസ്സിലാക്കിയ പോരാ, 150 രൂപയും കൂടെ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ഇടോ ഞങ്ങൾ ഇവിടുത്തെ നേരെ ചൊവ്വേ വണ്ടി ഓടിക്കുന്നവർ നോക്കി നിൽക്കുന്നതല്ല, ഞങ്ങളിവിടെ തെറ്റിക്കുന്നവരെ നോക്കി നിൽക്കുകയാണ്.
ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേലായിരുന്നു. അപ്പോൾ പുള്ളി പറയുക, അതെ നിങ്ങൾക്ക് അറിയാൻ മേല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ ആര് ശരിയായി ചെയ്യുന്നു എന്ന് നോക്കാനല്ല പോലീസുകാർ, ആര് തെറ്റായി ചെയ്യുന്നു നോക്കാനാ പോലീസുകാർ. അതുകൊണ്ട് ശരിയായി ചെയ്യുന്നവനെ നോക്കാൻ, തെറ്റുന്നവനെ മാത്രം പിടിച്ചുവെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്നവൻ, വണ്ടി ഓടിക്കുന്നവൻ ആ പുസ്തകമൊക്കെ വായിച്ചു മാറി അതിൻ്റെ ഇതൊക്കെ വായിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ, നമുക്കറിയാമോ കൊലപാതകം IPC എത്രാമത്തെ വകുപ്പാണ് നമുക്കറിയാം? അറിയാൻ മേല. എന്താ കാര്യം? നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് അറിയണ്ട, ചെയ്ത് നോക്കുക, അപ്പോഴറിയാം അത് എത്രാമത്തെ വകുപ്പാണ്. അപ്പോൾ ജഡ്ജി പറയും IPC ഇത്രാമത്തെ വകുപ്പ് പ്രകാരം നിങ്ങളെ വിധിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വകുപ്പൊന്നും അറിയാൻ മേലാത്തതിൻ്റെ കാര്യം ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ചെയ്തു കഴിയുമ്പോഴാണ് വകുപ്പുകൾ വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാപത്തിന് പഞ്ചസാര തേച്ച് വിടവാണ് പാപം. ആർക്കും നികത്താൻ പറ്റാത്ത സാധനമാണ്, ധാർമ്മികമായ മൂല്യച്യുതിയാണ്, അറിവില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സുഖം പോലെ തോന്നുകയാണ്. അപ്പൊ പിന്നെ അറിവില്ലായ്മ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. ഒരിക്കലും നികത്താനാകാത്ത വിടവാണെങ്കിൽ പിന്നെ ആ വിടവ് നമ്മളായിട്ട് നികത്താൻ പറ്റൂല്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പാപത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ പാപത്തെ സംബന്ധിച്ച ആളുകളെ പാപി എന്നൊക്കെ വിളിക്കുമ്പം പണ്ടത്തെ ആളുകൾ പറയാറുള്ള കാര്യമുണ്ട്, ഇവിടെ പാപികളൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഞങ്ങളുടെ പണ്ടത്തെ ഉപദേശിമാരൊക്കെ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ സരസമായൊരു ഉദാഹരണമുണ്ട്. ഈ കവലയിൽ പാപികളുണ്ട്. എന്താ തെളിവെന്നറിയാമോ? ഇപ്പൊ ഇവിടെ കടയൊക്കെ തുറന്നിരിക്കുകയാണ്. രാത്രി ഒരു 8 മണി 9 മണി ആകുമ്പോഴുണ്ടല്ലോ കട പൂട്ടി കഴിഞ്ഞിട്ട് ഈ കടയുടെ ഉടമസ്ഥൻ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു 9 മണിക്ക് കട പൂട്ടി കഴിയുമ്പം എല്ലാ ദിവസവും പൂട്ടുന്നതാ. ഇടത്തോട്ട് ഈ ഗോദ്രജിന്റെ താക്കോൽ തിരിച്ച് താക്കോൽ ഊരി കഴിഞ്ഞിട്ടൊരു പണിയും കൂടെയുണ്ട്. ഇടത്തെ കൈകൊണ്ട് താഴെ പിടിച്ച് ഒന്നോടെ ഇങ്ങനെ വലിച്ചു നോക്കുന്നത്, പൂട്ട് വീണിട്ടുണ്ടോ എന്നായി നോക്കുന്നേ. അത് പൂട്ട് വീണിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നേരം വെളുത്ത് അയാളുടെ ജീവിതത്തിന്റെ പൂട്ട് വീഴും. എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് പകൽമാന്യന്മാരായ ആളുകളെ കാണുന്നത്. നമുക്ക് തൻ്റെ ഇടമുണ്ടോ കട പൂട്ടാതെ വീട്ടിൽ പോകാൻ? ഇവിടെ ഈ കോന്നിയിലുള്ള ആളുകൾ സിറ്റിക്കാരെല്ലാം പറയും, ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും മര്യാദക്കാരാണ്, എന്നാൽ പിന്നെ കടയൊക്കെ തുറന്നിട്ട് വെച്ച് വീട്ടിൽ പോകും. നേരം വെളുത്ത് വരുമ്പോഴറിയാം എത്ര പാവികൾ നാട്ടിലുണ്ടാവുമെന്ന്. നമ്മുടെ സ്വന്തം വീട് തന്നെ പൂട്ടിയിട്ട് തന്നെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. അന്നേരമാണ് പിന്നെ പൂട്ടാത്ത കാര്യം ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ പാപത്തിന്റെ പ്രവേശനം നമ്മൾ വളരെ ശ്രദ്ധിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ബൈബിളിലേക്ക് ഒരു പാപത്തിന്റെ പ്രവേശനം എന്നാണ്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അപ്പൊ അവിടെ ജിജ്ഞാസ ഉണ്ടാകുക എന്ന് പറയുന്നത് അതെന്താ ചില ആൾ ചോദിക്കും, എന്ന ഇടപാടാണ് ദൈവം തമ്പുരാൻ ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ ഇങ്ങനെ ഒരു ആശ നൽകുന്ന ഒരു വൃക്ഷം ഉണ്ടാക്കി വെച്ചും തിന്നരുത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് ഉണ്ടാക്കാതിരിക്കുകയല്ലായിരുന്നോ എന്ന് ഞങ്ങളുടെ കോളേജിൽ പിള്ളേർ ചോദിക്കാറുണ്ട്. ഈ ഇച്ഛാശക്തിയുടെ മേലുള്ള നിയന്ത്രണം അത് ദൈവം ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക. പാൻറ്റും ഷർട്ടും ഇടണോ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇൻ ചെയ്യണോ നിങ്ങൾക്ക് തീരുമാനിക്കാം, വെള്ള ഷർട്ട് ഇടണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവം പറയുകയാണ് ആരും പാൻറ് ഇടാൻ പാടില്ല എന്നൊരു നിയമം ദൈവം പറയില്ല. ഇവിടെ നിങ്ങൾക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ഇച്ഛാശക്തി, ചോറ് തിന്നണോ ചപ്പാത്തി തിന്നണോ ബീഡി വലിക്കണോ കള്ളു കുടിക്കണോ, ഇച്ഛാശക്തി, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ആ തീരുമാനത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യം ദൈവം കൈവശം വെച്ചിട്ടില്ല. അതാണ് ദൈവം മനുഷ്യനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഈ വൃക്ഷം ഉണ്ടാക്കിയതല്ല കുഴപ്പം, ഉപയോഗിച്ചവനാണ് കുഴപ്പം. ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയവനെ കുറ്റം പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകമ്പനം കൊള്ളിച്ച കേസാണ് പെരുമ്പാവൂർ ജിഷ വധക്കേസ്. അപ്പൊ ഞങ്ങളുടെ ലീഡർ സാജു പോൾ ഈ പ്രാവശ്യം മന്ത്രിയാകേണ്ടതാ. ഹാട്രിക് ജയമാണ് പുള്ളിക്ക് കിട്ടേണ്ടത്. അത് സംഗതി പാളിപ്പോയി, പുള്ളി അവിടെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ അന്ന് പാളിപ്പോന്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? പെരുമ്പാവൂർ ജിഷ വധക്കേസാണ്. സഖാവ് പിണറായി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പം ആദ്യം പിടിച്ച കേസ് അതാണ്. പിടിച്ചപ്പം അമീർ ഉസ്ലാമിനെ പിടിച്ചു. 2 സംഗതികൾ. തൊണ്ടി മുതൽ എന്താണ്? തോട്ടിൽ നിന്ന് 2 ചെരുപ്പ്, കുറുപ്പമ്പടി ലോഡ്ജിൽ നിന്ന് ഒരു കത്തി. നിങ്ങൾ കണ്ടോളാം, തൊണ്ടി മുതൽ. അപ്പൊ പാരഗൺ കമ്പനിക്കാരെ അറസ്റ്റ് ചെയ്യില്ല. ഇനി കുറുപ്പമ്പടിയിലുള്ള ഒരു കരുവാന്റെ അടുത്ത് ചെന്ന്, കരുവാൻ എന്ന് പറഞ്ഞാൽ കൊല്ലൻ, അടുത്തിട്ട് പറയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊല്ലൻ ചോദിച്ചു എന്താ കാര്യം? അമീർ ഉസ്ലാം കുത്തിക്കൊന്ന ഈ കത്തി നിങ്ങളാണ് ഉണ്ടാക്കി തെളിഞ്ഞിരിക്കുന്നു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പുള്ളി പറയും എൻ്റെ പൊന്നു സാറേ, കത്തി ഉണ്ടാക്കിയത് ഞാനാ, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഉദ്ദേശം എന്നാന്ന് സാറിന് അറിയാം. എന്താണ്? ഞാൻ ഈ കത്തി ഇങ്ങനെ പിടിച്ച് വെണ്ടയ്ക്ക കത്രിക്ക കോവയ്ക്ക എന്ന് പറഞ്ഞ് മുന്നോട്ടരിഞ്ഞ് ഇവൻ തിന്ന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവൻ തിരിച്ചു പിടിച്ചു വെണ്ടയ്ക്ക കത്രിക്ക കോവയ്ക്ക എന്ന് പറഞ്ഞ് തിരിച്ചു കുത്തിയത് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇതുപോലാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അത് തിന്നാതെ ജീവിച്ചാൽ
നിനക്ക് നിത്യത വരെയും ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഉണ്ടാക്കിയവനെയല്ല കുറ്റം പറയേണ്ടത്, ഉപയോഗിച്ചവന്റെ ഉദ്ദേശ ശുദ്ധിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പാപം എന്ന് പറയുന്ന വേദപുസ്തകത്തിന്റെ സംഭാവനയാണെന്ന് ആരും വിചാരിക്കരുത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിൽ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ പാപത്തിനെതിരെ ശക്തമായിട്ട് അവർ പ്രസംഗിക്കും. അപ്പൊ ആളുകൾ പറയും, നിങ്ങൾ എന്നതാണ് എപ്പോഴും വെള്ളഷർട്ട്, ഈ പാപം നിങ്ങൾക്കൊന്നുമില്ലേ, നിങ്ങളുടെ പുസ്തകത്തിൽ മാത്രമേ പാപമുള്ളൂ. അങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവര്. ലോകത്തിൽ എവിടെയെല്ലാം മതഗ്രന്ഥങ്ങളുണ്ടോ ആ എല്ലാ മതഗ്രന്ഥങ്ങളിലും പാപം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. പിന്നെ ഇവരാരും ഇത് പറയത്തില്ല, ഞങ്ങളത് പറയും. എന്താ കാര്യം ഞാൻ പറയാം, അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? അതിന്റെ ബാക്കിയൂടെ പറയാനായിട്ട് പറ്റണ്ടേ? പാപം എന്ന വിഷയം മതഗ്രന്ഥങ്ങളിലുണ്ട് എന്ന ഓട്ടപ്രദർശനം നടത്തുമ്പോൾ ഞാൻ ഇന്ത്യയിലേക്കൊന്ന് വരികയാണ്. ഇന്ത്യക്ക് വെളിയിലുള്ള മതഗ്രന്ഥങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാ സർവ്വവിജ്ഞാന കോശമൊന്നുമല്ല. ഞാൻ ഈ വിഷയം ഒന്ന് അപഗ്രഥിച്ച് പഠിക്കേണ്ടതിന് ബൈബിൾ കോളേജുകളിലുള്ള പഠന സമയത്തൊക്കെ രാത്രി വിശ്രമിക്കുമ്പോൾ ലൈബ്രറികൾ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ കുറെ മതഗ്രന്ഥങ്ങൾ ഓടിച്ചൊന്ന് പരിശോധിക്കുവാനിടയായി. നമ്മുടെ ഭാരതത്തിലേക്ക് നമുക്ക് വരാം. ഹിന്ദു മതത്തിന്, ബുദ്ധമതത്തിന്, സിഖ് മതത്തിന്, ജൈന മതത്തിന് പൂർണ്ണമായി ഭാഗികമായി ജന്മം നൽകിയിട്ടുള്ള നമ്മുടെ ഭാരതം ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഇരു കരവും നീട്ടി സ്വീകരിച്ച മതേതരത്വ രാജ്യമെന്ന് അഭിമാനത്തോടെ ലോകത്തിൽ എവിടെയും നെഞ്ചുയർത്തി പറയുവാൻ കഴിയുന്ന നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാരതം, ഈ ഭാരതം മണ്ണിൽ ഉണ്ടായിട്ടുള്ള വൈദേശികമായ മതങ്ങൾ അടക്കമുള്ള കിതാബുകൾ, പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഇതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പാപം. പിന്നെ ഞങ്ങൾ മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതൊരു പെന്തക്കോസ്തുകാരുടെ മെസ്സേജായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണിത്. അതാണ് ആ വാക്ക് വരുന്നത്. ഇതാ ഇന്ത്യയുടെ പാപം ചുമക്കുന്ന എന്നാണോ വാക്യം? ഇതാ 3.5 കോടി കേരളത്തിന്റെ പാപം ചുമക്കുന്ന എന്നല്ല. ഇതാ ആത്മീകത്തിന്റെ അടിത്തറയാണ് പത്തനംതിട്ട ജില്ല. അതുകൊണ്ട് ആത്മീകത്തിന്റെ അടിത്തറയുടെ പാപം ചുമക്കുന്ന ലോകത്തിന്റെ പാപം ചുമക്കുന്ന എന്നാണ്. അപ്പൊ ഈ പാപത്തിന്റെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. ഋഗ്വേദം ഒരു മതത്തെയും നമ്മൾ ചെറുതാക്കോ വലുതാക്കോ ചെയ്യുകയല്ല പറയുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും പാപം എന്ന വിഷയമുണ്ടെന്നങ്ങ് തെളിയിക്കുന്നേ ഉള്ളൂ. ഹേ വരുണ, പാപമാകുന്ന പാശത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ഒന്ന് കെട്ടടിച്ചു വിട്ടാൽ ഒരു പശുക്കിടാവിനെ പോലെ ഞാൻ തുള്ളിച്ചാടും. എവിടെയാണ്? ബൈബിളല്ല ഞാൻ മാറ്റിവെച്ചിരിക്കുക, ഋഗ്വേദത്തിനകത്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേദത്തിനകത്ത്, വേദങ്ങളാണല്ലോ പുരാതനമായ ഗ്രന്ഥങ്ങൾ, അതിൽ പറയാണ് പാപം എന്നെ പശുക്കിടാവിനെ പോലെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ട് ഒന്ന് അഴിച്ചു വിടാമെങ്കിൽ ഞാൻ പശുക്കിടാവ് തുള്ളിച്ചാടുന്ന പോലെ തുള്ളിച്ചാടുമെന്ന് ഋഗ്വേദത്തിന്റെ വരികൾ പറയുകയാണ്. അതുപോലെ ഭഗവത്ഗീത പാപം ചരതി എന്ന് പറഞ്ഞാൽ അഭിഛേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്രമ. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷേ ഈ വിഷയം തെളിയിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ വായിച്ചപ്പോൾ കിട്ടിയ ആ ആശയങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളോട് മനഃപ്പാഠമായിട്ട് പറയുകയാണ്. പാപത്തിൽ ജനിക്കുന്ന, പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള സൂചനകളാണ് ഈ അഭിഛേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്രമ പാപം ചരതി. പാപത്തിൽ മനുഷ്യൻ ജനിക്കുകയാണ്. അതുകൊണ്ടാണ് ഹൈന്ദവ മതങ്ങളിലൊക്കെ ജന്മപാപം എല്ലാ ആളുകളും ജനിക്കുന്ന ജന്മപാപത്തിലൂടെയാണ്. ബൈബിളും അതിൽ സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ കർമ്മപാപത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തോടെ അതെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. അഥർവവേദം 4-ാം മണ്ഡലം, ഇതൊക്കെ നിങ്ങളുടെ വീടുകളിൽ പുസ്തകങ്ങൾ കാണുമല്ലോ, വായിച്ചു നോക്കണം. അസത്യത്തിൽ നിന്നും തെറ്റിപ്പോയ മാനവവർഗത്തെ, അസത്യത്തിൽ നിന്നും സത്യത്തിന്റെ പാതയിൽ തെറ്റിപ്പോയ മനുഷ്യവർഗത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് അഥർവവേദം 4-ാം മണ്ഡലത്തിനകത്ത്. ചതുർവേദം പഠിച്ചാലും അതിനകത്തുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം പറയുന്ന പോലെയുള്ള മനുഷ്യവർഗം അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ മനുഷ്യവർഗത്തെ കുറിച്ചാണ് ചതുർവേദത്തിൽ അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചാന്തോഗ്യോപനിഷത്ത്, ഉപനിഷത്തുകൾ പരിശോധിക്കുമ്പോൾ ചാന്തോഗ്യോപനിഷത്ത് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ദ്രനും അസുരനും കൂടെ 38 വർഷം വേദം അഭ്യസിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ് പ്രജാപതിയോട്, ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടുവോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വസ്ത്രാലങ്കൃത ഭൂഷണരായി ജലത്തിൽ ചെന്ന് ദർശനം നടത്തി മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു. അവർ ചെന്ന് ജലത്തിൽ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ തങ്ങളെപ്പോലെ തന്നെ കണ്ടു. ഒരു വ്യത്യാസവുമില്ല. കണ്ണാടി ചെന്ന് നോക്കിയാൽ വേറെ ഒന്നും കാണത്തില്ല, തനിസ്വരൂപമല്ലേ അവരെത്തുള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? കണ്ണാടിയെയാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം പുള്ളി നമ്മളോ തിരിച്ചൊന്നും
നുണയൊന്നും പറയില്ല. പക്ഷെ നമ്മുടെ കൂട്ടുകാർ ചോദിക്കാം സാരി എങ്ങനെയുണ്ട്, നന്നായിരിക്കും, ചിലപ്പോൾ ഒന്നിനും കൂടുതലായിരിക്കും. ഇതെല്ലാം നമ്മുടെ നാട്ടുകാരൊക്കെ. പക്ഷെ കണ്ണാടി ഒരിക്കലും നുണ പറയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് പറയുന്നത്? കണ്ണാടിയാണെന്നാ പറയുന്നത്. അത് പറയാതെ തന്നെ എൻ്റെ മുമ്പിൽ നമ്മൾ 1000-700 ദിവസം നിൽക്കുമെന്ന് ആ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ 7000 ദിവസം നിൽക്കും. അതുകൊണ്ട് അതവിടെ നിൽക്കുന്നോട്ടെ. അപ്പോൾ ഇത് ഇവിടെ അവർ ചെന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, തങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ട് അവർ ദുഃഖിതരായി തിരിച്ചുപോയി. 38 വർഷം വേദം അഭ്യസിച്ചാലും പാപങ്ങൾക്ക് പരിഹാരം വരികയില്ലെന്ന് ഇന്ദ്രനും അസുരനും മനസ്സിലായി എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 10 രൂപ കൊടുത്താൽ കിട്ടുന്നൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് നീതിസാരം. എവിടെ കിട്ടും? ഫുട്പാത്തിൽ കിട്ടും. ഫുട്പാത്തിൽ നിങ്ങൾ തിരുവല്ല ഒക്കെ ചിലപ്പോൾ ഫുട്പാത്തിൽ കിട്ടും. നേരത്തെ അതിന് 2 രൂപ ഉണ്ടായിരുന്നു. അന്ന് മേടിച്ചതാണ് ഞാൻ ആ പുസ്തകം. കുന്നംകുളത്ത് ഇറങ്ങുന്ന വാഴക്കുല, അതുപോലെ ജങ്ങമ്പുഴ വാഴക്കുല, ഉണ്ണിയാർച്ചയൊക്കെ ഉള്ള ആ പുസ്തക ഗണത്തിലാണ് നീതിസാരം വരുന്നത്. നീതിസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രണമ്യ സർവലോകേശം ദേവദേവേശ്വരം ഹരിം നീതിസാരം പ്രവക്ഷ്യാമി സർവശാസ്ത്ര സമാഹൃതം എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ചൊല്ലുന്ന, മുഴുവൻ ആളുകളുടെയും ഉപകാരത്തിന് വേണ്ടി ചൊല്ലുന്ന പുസ്തകം എന്ന ഖ്യാതി നേടിയിട്ടുള്ള നീതിസാരത്തിനകത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം ഞാൻ പറയാം. വൃശ്ചികസ്യ വിഷം പുച്ഛം, മക്ഷികായ വിഷം ശിര, തക്ഷകസ്യ വിഷം ദന്തം, സർവാംഗം ദുർജനസ്യ ച. മലയാളത്തിൽ അർത്ഥം തൊട്ടുതാഴെ കൊടുത്തിട്ടുണ്ട്. തേളിന് വാലിന്മേലാണ് വിഷം, ഈച്ചയ്ക്ക് തലയിലാണ് വിഷം, പാമ്പിന് എവിടെ വിഷം? പല്ലിന്മേലാണ് വിഷം. അടുത്ത വാക്ക് കേട്ടോളൂ. ദുഷ്ടജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഒരവയവത്തിന്റെ പുറത്തല്ല വിഷം. മനുഷ്യന് എല്ലാത്തിനും, എല്ലാ മൃഗങ്ങൾക്കൊക്കെ ഈ തേളിന് വാലിന്മേലേ വിഷമുള്ളൂ, ഈച്ചയ്ക്ക് തലയിലേ വിഷമുള്ളൂ, പാമ്പിന് പല്ലിന്റെ പുറത്തേ വിഷമുള്ളൂ. മനുഷ്യന്റെ അടി മുതൽ മുടി വരെ, അവന്റെ ഉച്ചി മുതൽ പാദം വരെ വിഷമെന്ന് അറിയുക എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏഷണി എന്ന പാഷാണം എന്ന പുസ്തകമൊക്കെ പണ്ട് വായിക്കുമ്പം അതിന് ഈ ഏഷണിയൊക്കെ പറഞ്ഞു പോയാൽ, ശരിയായ നിലയിൽ ഏഷണി പറഞ്ഞു പോയാൽ ഒരാളെ വെടിവെച്ചു കൊല്ലുന്നതിനേക്കാൾ മുമ്പ് അവന്റെ ശവസംസ്കാര ചടങ്ങ് നടത്താം. അപ്പൊ നമ്മുടെ നാവിന്റെ പുറത്തുനിന്നിരിക്കുന്ന വിഷാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പഠിച്ചു. അതാണ് നാവ് വലിയ കാട് കത്തിക്കുന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന പോലെ മനുഷ്യന് അടി മുതൽ മുടി വരെ, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ, നെറുക മുതൽ പാദം വരെ വിഷമെന്ന് അറിയുക. കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യ ഭഗവാനെ നമസ്കരിക്കുവാൻ ബ്രാഹ്മണൻ കൈക്കുടന്ന് ഒരു പ്രഭാതത്തിൽ ഒരു കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് ശൂന്യാകാശത്തിലേക്ക് തളിച്ചുകൊണ്ട് ഇരിഞ്ഞുകൊണ്ട് ഒരു പ്രാതസ്നാന മന്ത്രം എന്ന പുസ്തകത്തിൽ ഒരു മന്ത്രം ചൊല്ലും. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരാഹരി മത്സമാ പാപ നാസ്തി പാപ ഇതി കൃത്തം അതിംദേവ യഥായോഗ്യം തഥാ ഗുരു. ഇതിന്റെ അർത്ഥം നമ്മൾ മിക്കവാറൊക്കെ കേൾക്കാറുണ്ട്. അർത്ഥം മലയാളത്തിൽ അങ്ങോട്ട് പറയാം. അല്ലയോ ത്രിലോകത്തിന്റെയും നാഥനായ ജഗദീശ്വര, 3 ലോകത്തിന്റെയും അധിപനായുള്ളവേ, ഞാൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കാൻ തുടങ്ങുന്നു. എന്നെ പോലെ ഒരു പാപി ഇല്ല, നിനക്ക് സമം പാപ പരിഹാരകനും ഇല്ല. അപ്പൊ ഈ മതഗ്രന്ഥങ്ങൾ ഖുർആൻ 3-ാം സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അള്ളാഹു ഈ ലോകത്തിൽ ഇൻജീലിനെ അഥവാ സുവിശേഷത്തെ, തൗറാത്തിനെ അഥവാ മോശയുടെ ധർമ്മത്തെ അള്ളാഹു നൽകിയത് ചങ്ങലയാൽ മനുഷ്യൻ ജീഹന്നത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് വലിച്ച് ഇഴച്ച് കൊണ്ടുപോകപ്പെടുന്ന നാളിൽ തങ്ങളുടെ ഭോഷത്വത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാനാണ്. എവിടെ? ഖുർആൻ 3-ാം സൂറത്ത് 2-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മതഗ്രന്ഥങ്ങളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞു, എല്ലാ മനുഷ്യരിലും പാപം നിറഞ്ഞിരിക്കുന്നു. മഹാത്മാ ഗാന്ധിജിയുടെ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തുവിനെ അകം കൊണ്ട് ആദരിച്ച ആ മനുഷ്യൻ പറഞ്ഞത്, ക്രിസ്ത്യാനികളുടെ പാപത്തിലേക്ക് വിരൽ ചൂണ്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന മിഷണറിമാരെ അദ്ദേഹം തിരസ്കരിക്കുവാൻ കാരണമായി തീർന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള മൂല്യച്യുതികൾ അദ്ദേഹം ഉയർത്തി കാണിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഒരു പുസ്തകമാണ് വിവേകാനന്ദ സർവസാഹിത്യം. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ രക്തം കൊണ്ട് യേശുക്രിസ്തുവിന്റെ പാദങ്ങൾ കഴുകുമായിരുന്നു എന്ന സുപ്രസിദ്ധമായ വാക്കൊക്കെ ഉണ്ടെങ്കിലും ഈ വിവേകാനന്ദ സർവസാഹിത്യം എന്ന പുസ്തകത്തിൽ പറയുകയാണ്, സത്യം അരയിൽ തോൽവാർ ധരിച്ചുകൊണ്ട് കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് വടി പിടിച്ച് ഈ ലോകത്തിൽ നടക്കാൻ ആരംഭിക്കുമ്പോഴേക്കും സത്യം, നുണ,
അത് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും 7 പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ച് വന്നിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണ്, സത്യം പറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആരാ പായുന്നത്? നുണയാണ് പരക്കുന്നത്. അതിനൊക്കെ പണ്ട് ഞങ്ങൾ പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. സത്യവും നുണയും കൂടെയാണ്, അല്ല, ഈ സത്യമാണ് ആദ്യം കുളിക്കാൻ ഇറങ്ങിയത്. പുള്ളി വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് പുള്ളി കുളിക്കാൻ ഇറങ്ങി. നുണ കുളിക്കാൻ വന്നപ്പോൾ സത്യം കുളിക്കുകയാണ്. കുറേ നേരമായിട്ടും കുളിച്ചു കയറുന്നില്ല. സത്യത്തിന്റെ തുണി എടുത്തുകൊണ്ട് പുള്ളി ഒറ്റ പോക്ക് പോയി. അങ്ങനെ പിന്നെ സത്യത്തിന് പെട്ടെന്ന് കയറി വരാൻ പറ്റുമോ? അവന്റെ തുണി ഇവനെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതായതാണ് ഈ അർത്ഥസത്യം അല്ലെങ്കിൽ നഗ്നസത്യം. നഗ്നസത്യം കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ സത്യം എപ്പോഴും നഗ്നമാണ്. അവന്റെ തുണിയാണ് നുണ കൊടുത്തുകൊണ്ട് നടക്കുന്നത്. അവനിങ്ങനെ മൊത്തം ഉടുത്തോണ്ട് ലോകം മുഴുവൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും സത്യത്തിന്റെ തുണിയാണല്ലോ ഉടുത്തിരിക്കുന്നത്, അപ്പൊ പറയുന്ന കാര്യം സത്യമായിരിക്കും. അവൻ കുളിക്കറിയുന്ന കട്ടുകൊണ്ട് പോയ സാധനമാണിത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രത്യേകതകളൊക്കെ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഈ കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു വരുമ്പം ആ പുസ്തകം പറയുന്നത് വീഴാത്ത മർത്യൻ ഇല്ലല്ലോ. അടിവരായിട്ട് ചിന്തിക്കണം. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടി വിരൽത്തുമ്പകളുടെ അംഗവിക്ഷേപങ്ങൾ കൊണ്ട് മുഴുവൻ ലോകത്തെയും ഭാരത മണ്ണിലേക്ക് ആവഹിപ്പിച്ചെടുത്ത ആർഷ ഭാരതത്തിന്റെ സംസ്കാരമെന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തിന്റെ സ്വന്തം സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, വീഴാത്ത മർത്യൻ ഇല്ലല്ലോ. അടിവരായിട്ട് എന്ന് പറയുകയാണ്. എന്നാൽ സത്യാന്വേഷിയായിരിക്കുന്ന മനുഷ്യൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും, എന്നിട്ട് വീണ്ടും യാത്ര തുടരും. ഒടുവിൽ അവൻ വിജയശ്രീ ലാളിതനായി മാറുകയും ചെയ്യും. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്കുകൾ ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇതിന് മാത്രം പൂജാരിമാരും പുരോഹിതന്മാരും ഉണ്ടാകുവാനുള്ള കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ ഒരിക്കലും നികത്താനാകാത്ത വിടവ് നികത്തുന്നതിന്റെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, നമ്മുടെ ക്രൈസ്തവ രംഗത്തുള്ള ഉണ്ടായിരുന്ന മഹാകവി കെ വി സൈമൺ സാറിന്റെ കവിതയുടെ ഒരു ശ്ലോകം നിങ്ങൾക്കറിയാമല്ലോ. ശോകമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം, ഇതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, നനച്ചിടുകൾ എത്രയോ ചിത്രം. രോഗം, ശോകം, ദുഃഖം ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിനകത്ത് ജീവൻ, പ്രാണൻ നിലനിൽക്കുന്നത് വിചിത്രമായൊരു സംഗതിയായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. അര നിറയരുത് സർവോർ ആയിരത്തിൽ ഒരുവരാവർ, ഗുരു നിറയരുത് സർവോർ കോടിയിൽ ഒരുവരാവർ, പൊരു നിറയരുത് സർവോർ ഭൂതലത്തിൽ ഒരുവരാവർ, പര നിറയരുത് സർവോർ പാർത്തതും കേട്ടതല്ലേ. പട്ടണത്തെ പിള്ളയാരുടെ ആശയമാ പറഞ്ഞത്. ശിവവാക്യം അറിഞ്ഞു ജീവിക്കുന്നവനെ കുറിച്ച് 1000 പേരിൽ ഒരാളെ കണ്ടു എന്ന് വന്നേക്കാം. ഗുരുക്കന്മാരുടെ വാക്കുകേട്ട് ജീവിക്കുന്നവരെ കുറിച്ച് കോടിയിൽ ഒരാളെ കണ്ടു എന്ന് വന്നേക്കാം. കാര്യത്തിന്റെ സാരം ഗ്രഹിച്ച് ജീവിക്കുന്നവനെ കുറിച്ച് ഈ ഭൂതലത്തിൽ ഒരാളെ കണ്ടു എന്ന് വന്നേക്കാം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. സത്യദൈവത്തിന്റെ വാക്കറിഞ്ഞ് ജീവിക്കുന്നവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ടും ഇല്ല. ഈ ലോകത്തിൽ ഏറ്റവും പുരാതനമായ സംസ്കാരം എന്ന് പറയുന്നത് ബാബിലോണിൽ സംസ്കാരമുണ്ട്, മറ്റു പലതുമുണ്ട്. ഗ്രീസിൽ ഒരു സംസ്കാരമുണ്ട്. ഗ്രീസിൽ ഡെൽഫിൽ അപ്പോളോ ദേവന്റെ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഗ്ലാക്നിസോ ഔട്ടോൺ. അതിന്റെ മലയാളം എന്നാണെന്നറിയാമോ? സ്വയം അറിയുക എന്നാണ്. ആ ക്ഷേത്രത്തിൽ ആര് ആരാധിക്കാൻ ചെന്നാലും, രാജാവാണെങ്കിലും ഭിക്ഷുവാണെങ്കിലും അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും, സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ഡാല ശക ദാസ ബർബരാജ വൈകൃതങ്ങൾ ഭേദമന്യേ അമേരിക്കക്കാരനാണെങ്കിലും ആഫ്രിക്കക്കാരനാണെങ്കിലും, അർത്ഥാൽ കറുത്തവൻ വെളുത്തവൻ, അടിമ ഉടമ, തൊഴിലാളി മുതലാളി, വിദ്യാഭ്യാസമുള്ളവൻ ഇല്ലാത്തവൻ, ആരാണെങ്കിലും ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ അവൻ ലക്ഷപ്രഭുവാണെങ്കിലും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും ഒരു ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനാണെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവൻ ആരാണെന്ന് സ്വയം അറിയണം. ആര് പറഞ്ഞു? ഗ്രീസിലുള്ള അപ്പോളോയുടെ ക്ഷേത്രം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ കവിവരന്മാർ പണ്ടൊരു കാര്യം എന്നറിയാമോ? വളവില്ലാത്ത തെങ്ങില്ല. വളരെ സത്യമല്ലേ? നമ്മുടെ കവികൾ പറഞ്ഞാണ്, വളവില്ലാത്ത തെങ്ങില്ല, നുണ പറയാത്ത പെണ്ണുമില്ല. സൗകര്യമാർ ക്ഷമിക്കണമേ, അവര് പറഞ്ഞ കവിത ഞാൻ അങ്ങോട്ട് ചൊല്ലിയെന്നേ ഉള്ളൂ. വളവില്ലാത്ത തെങ്ങില്ല, സത്യമാ, നുണ പറയാത്ത പെണ്ണുമില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അറിയാമോ? എന്ന് കരുതി നമ്മൾ ആണുങ്ങൾ നുണ പറയില്ല എന്നൊന്നുമില്ല. നമുക്കും ഒരു നുണ പറയാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കാര്യത്തിൽ, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോ കാര്യത്തിൽ കള്ളം പറയുമെന്നാണ് പറയുന്നത്. ഒന്ന്, പെണ്ണുങ്ങളോട് വയസ്സ് ചോദിക്കരുത്. ചോദിച്ചവനെല്ലാം മൂത്തതിനെ കെട്ടേണ്ടി വന്നിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും 2 വയസ്സ് അവർ കുറച്ചേ പറയാൻ ശ്രമിക്കുകയുള്ളൂ. ആണുങ്ങളോട് ശമ്പളം ചോദിക്കരുത്. ചോദിച്ചാൽ 2000 രൂപ അവർ കൂട്ടിയേ പറയത്തുള്ളൂ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് വയസ്സ് ചോദിക്കരുത്, ആണുങ്ങളോട് ശമ്പളം ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കാൻ വേണ്ടി നടക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ വളവില്ലാത്ത തെങ്ങില്ല, നുണ പറയാത്ത പെണ്ണുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കവിയന്മാര് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാപി അല്ലാതൊരു നരനില്ല ഭൂതലേ, കൈതമേൽ കായ്ക്കുന്നതിനും മുള്ളുണ്ടാകാം. നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ
കൈതച്ചക്ക, ഈ സാധനം മുള്ളിന്റെ പുറത്താണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിന്റെ പുറത്തും മുള്ളുണ്ടാകുമെന്നാണ്. പാപിയല്ലാതൊരു നരനില്ല ഭൂതലെ, കൈതമേൽ കായ്ക്കുന്നതിനും മുള്ളുണ്ടാകാം. ഒന്ന് ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ. ഋഗ്വേദം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, അഥർവ വേദം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, അതുപോലെ ചതുർവേദം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, ഭഗവത്ഗീത പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, പ്രാതസ്ഥാന മന്ത്രം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, നീതിസാരം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, അധ്യാത്മ രാമായണം പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, ഖുർആൻ പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, മഹാത്മാഗാന്ധിജി പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, സ്വാമി വിവേകാനന്ദൻ പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, പട്ടണത്ത് പിള്ളയാര് പറയുന്നു മനുഷ്യവർഗം പാപിയാണ്, മഹാരഥന്മാർ പറയുന്നു മനുഷ്യവർഗം പാപികളാണ്, കവികൾ പറയുന്നു മനുഷ്യവർഗം പാപികളാണ്, പഴമക്കാർ പറയുന്നു മനുഷ്യവർഗം പാപികളാണ്. ഇതുപോലെയുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും മഹാന്മാരും ഇന്ത്യയിലുള്ളവരെ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ബാലോണിയൻ മതമുണ്ട്, ഗ്രേക്കരുടെ മതമുണ്ട്, ഈജിപ്ഷ്യൻ മതമുണ്ട്, റോമാ മതമുണ്ട്, അതെല്ലാം അവിടെ കിടക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർ മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. ഇവരെല്ലാം പറഞ്ഞത് മനുഷ്യവർഗം പാപികളാണ്. വേദപുസ്തകത്തിലേക്ക് വരാം. ബൈബിൾ റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞറിയാമോ? ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒന്ന് സമ്മതിച്ചു തരാമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറയുകയാണ് മനുഷ്യവർഗം മുഴുവൻ പാപികളാണ്. ഒരു ചോദ്യം, അല്ല നിങ്ങൾ എന്തിനാണ് പിന്നെ ബൈബിൾ പ്രസംഗിക്കുന്നത്? എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യവർഗം പാപികളാണെന്ന്. ഇവിടെയാണ് ഞങ്ങൾ വ്യത്യസ്തമായ വീക്ഷണങ്ങളും നിലവാരങ്ങളും പുലർത്താനും ശക്തമായി അത് അവതരിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പഠിച്ച ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പാപികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാപം എവിടെ നിന്ന് ആരംഭിച്ചു? വ്യക്തമായ ഉത്തരമില്ല. ഇന്നത്തെ പാപത്തിന്റെ വർത്തമാനകാല അവസ്ഥ എന്താണ്? വ്യക്തമായ ഉത്തരമില്ല. ഒക്കെ പോകട്ടെ, ഇരട്ട ചങ്കുള്ളവനാണെങ്കിലും 10,000 പ്രതി വിറ്റുപോകുന്ന പുസ്തകമാണെങ്കിലും പാപത്തിന് നാളെ എന്ത് സംഭവിക്കും ആധികാരികമായി അടിവരയിട്ട് ഒരു പുസ്തകവും പറഞ്ഞിട്ടില്ല. വേദപുസ്തകം ഞങ്ങൾ ഉയർത്തുന്ന കാര്യം എന്നാണെന്നറിയാമോ? പാപം എവിടെ ആരംഭിച്ചു? ബൈബിൾ വ്യക്തമായി പറയുന്നു. പാപത്തിന്റെ ഭൂതകാലം ബൈബിൾ വ്യക്തമായി പറയുന്നു. പാപത്തിന് ഇന്ന് എന്ത് സംഭവിച്ചു? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. ഈ പാപം ലോകത്തിൽ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിന്റെ വർത്തമാനകാലം എല്ലാ മനുഷ്യരിലും പരന്നിരിക്കുന്നു. കവികൾ പറഞ്ഞതുപോലെ പാപിയല്ലാതൊരു നരനില്ല ഭൂതലേ, കൈതമേൽ കായ്ക്കുന്നതിനും മുള്ളുണ്ടാകാം. ഇനി വേദപുസ്തകത്തിന്റെ ആധികാരികത കണ്ടോ? പാപത്തിന് നാളെ എന്ത് സംഭവിക്കും? അതിശക്തമായ ഭാഷയിൽ ബൈബിൾ പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അവിടം കൊണ്ട് ആ വേദപുസ്തകത്തിന്റെ വാക്ക് അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കൺഷൻ നടത്തത്തില്ലായിരുന്നു, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കത്തില്ലായിരുന്നു, ഈ പുസ്തകം ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തും കോമയും ഇട്ടിട്ട് ഞങ്ങൾ ഇത് ഉയർത്താനുള്ള കാരണം പറഞ്ഞിരിക്കുകയാണ്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന പുസ്തകമല്ല ഇത്, ഉത്തരം തരുന്ന പുസ്തകമാണ്. ഉത്തരത്തിലേക്ക് വരാം. ദൈവത്തിന്റെ കൃപാവരമോ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒന്ന് നിൽക്കണേ. അതുകൊണ്ട് പാപത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വിടുകയില്ല. പാപത്തിന്റെ പ്രശ്ന പരിഹാരമാണ് ഇവിടെ പറയുന്നത്. എവിടാ പാപം ആരംഭിച്ചത്? അവിടെ ദൂതന്റെ ഹൃദയത്തിൽ നിന്നാണ് പാപം ആരംഭിക്കുന്നത് എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. തിന്മാൻ നല്ലത്, കാൺമാൻ കാമ്യം. ഹൃദയത്തിലാണ് ആഗ്രഹം തുടങ്ങുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയല്ലേ? ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പാപം എവിടെ ആരംഭിച്ചു? ഹൃദയത്തിൽ ആരംഭിച്ചു. മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് ഒക്കെ ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഇതെല്ലാം അകത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ അകത്തേക്ക് പോകുന്നതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. അവന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയട്ടെ, അകത്തേക്ക് നിന്നും പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നതെങ്കിൽ പുറത്തുള്ള ഒരു കർമ്മങ്ങൾ കൊണ്ടും അകത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയത്തില്ല. കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതും മതഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അധ്യാത്മ രാമായണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. തീർത്ഥസ്നാനമോ ദാനമോ ദീനമോ വേദാധ്യയനമോ ക്ഷേത്രവാസമോ ഇത്യാദി അഖില കർമ്മങ്ങളാലും പാപമോചനം നാസ്തി. മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ, നിങ്ങൾ തീർത്ഥസ്നാനം നടത്തിയാൽ, തീർത്ഥയാത്ര നടത്തിയാൽ, ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ പോയി ഭജന ഇരുന്നാലും നിങ്ങളുടെ പാപങ്ങൾക്കൊരിക്കലും പരിഹാരം വരികയില്ലെന്ന് വേദപുസ്തകമല്ല ഈ പറഞ്ഞ ശ്ലോകം പറഞ്ഞിട്ടുള്ളത്, ആധ്യാത്മ രാമായണമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്, വളക്കുഴിയിൽ ഇരിക്കുന്ന
ജീവിക്കുന്ന നമ്മൾ മണത്തിനായി വാർത്തി കൊളുത്തിയിടുന്നു. വേകുന്ന വിത്തിനകമേ കിടന്ന് വിവേകഹീനരാകുന്നു മർത്യൻ എന്ന് പറഞ്ഞാൽ ചാണകക്കുഴിയിൽ കിടന്നുകൊണ്ട് ചന്ദനത്തിന്റെ തിരി കത്തിച്ചാൽ ചാണകത്തിന്റെ മണം മാറത്തില്ല. മണം മാറണമെങ്കിൽ മണം മാറുന്ന ഏതെങ്കിലും ചന്ദനത്തിരി ഉണ്ടെന്ന് പറയല്ല വേണ്ടത്. അവിടേക്ക് ഇറങ്ങിച്ചെന്നവനെ കരകയറ്റുവാൻ കഴിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ അവനെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, ഗളപർവ്വത മധ്യസ്ഥം നിംബബീജം പ്രതിഷ്ഠിതം ഭയവർഷ സഹസ്രേണ നിംബം ഹി മധുരം യഥോ. നീതിസാരത്തിന്റെ പദ്യശകലമായി പറഞ്ഞത് എന്താ അർത്ഥം എന്നറിയാമോ? ശർക്കര കുന്നിന്റെ മേൽ വേപ്പ് നട്ടിട്ട് പനിനീര് കൊണ്ട് അതിനെ അഭിഷേകം ചെയ്താലും വേപ്പ് ഒരിക്കലും കയ്പ് തീർന്ന് മധുരിക്കുകയില്ലെന്നറിയുക. നമ്മളതിന് പകരം ഒരു ചൊല്ലിയിട്ടുണ്ട്, കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ. അപ്പൊ പാപം എവിടെ കിടക്കുന്ന? പുറമേ ഇല്ല. മുടി വെട്ടിയാൽ പാപം തീരില്ല, പേരെഴുതിയാൽ പാപം തീരില്ല, മതത്തിന്റെ പേരെഴുതിയാൽ പാപം തീരില്ല, പുറമേ ഒരു ജുബ്ബ ഇട്ടാൽ പാപം തീരില്ല, അല്ലെങ്കിൽ താടിമീശം വടിച്ചാൽ പാപം തീരില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് ഫോർട്ട് കൊച്ചി താമസിക്കുന്ന സമയത്ത് കൊച്ചി ചെന്നപ്പം ഒരു കിളിച്ചുണ്ടൻ മാങ്ങ പോലത്തെ മാങ്ങ ഉണ്ടാകുന്നൊരു മാവ്, താഴെ ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ മാമ്പഴം താഴെ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവർക്കാർക്കും മാമ്പഴം വേണ്ടേ? അവിടെയാണെങ്കിൽ 1 കിലോ മാമ്പഴത്തിന് ഭയങ്കര വിലയാ. ഒരെണ്ണം ചെന്ന് എടുത്ത് കടിച്ച് തിന്നാൻ നേരത്തെ ഒരു കൊച്ചു പറഞ്ഞു, അങ്കിൾ കടിക്കരുത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഇതിനകത്തെല്ലാം പുഴുവാണ്. ചുമ്മാതാണോ? ചുമ്മാ നിരത്തി വീണ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി, പഴുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പുഴുവാണ്, പച്ചയായാൽ ഭയങ്കര പുളിയാണ്. പച്ചയ്ക്ക് പുളി, പഴുത്താൽ പുഴു. എന്തു ചെയ്യും? അതവർ തിന്നാറില്ല. അല്ല, ഈ പുളിയുള്ള ഈ മാങ്ങ, ഈ പുഴുവരിക്കുന്ന ഈ മാങ്ങ എന്ത് ചെയ്യണം? എല്ലാ മാവും കൂടെ മാങ്ങയും കൂടെ പറിച്ചു കളഞ്ഞ് മാങ്ങയൊന്നും ഇല്ലാത്തൊരു മാവാക്കി നിർത്തിയാൽ ഈ മാവ് മാനസാന്തരപ്പെട്ടെന്ന് പറയാൻ പറ്റൂ. ഇനി കുറെ കൊമ്പ് ഇലയും കൂടെ എല്ലാം വെട്ടിക്കളഞ്ഞ് ആട്ട് കളഞ്ഞിട്ട് ആ മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ മാവിനകത്ത് മാങ്ങ ഉണ്ടാകാതിരിക്കും. അശോകവും ചെത്തിയും തേന്മാവും മുല്ലയും പൂക്കുമ്പോൾ അടുത്ത വർഷത്തിൽ വസന്ത ഋതുവിൽ പുഷ്പിണിയായ ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ഈ പ്രപഞ്ചം ഒരു കവന കുസുമം ചമക്കുന്ന സമയത്ത് വേരോട്ടമുണ്ട് നിന്റെ മാവിനെങ്കിൽ നിന്റെ പുളിയന്മാവും വീണ്ടും പൂക്കും. ഒന്നുകൂടെ വ്യക്തമായി പറയാം. വേദപുസ്തകത്തിനകത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നു, പഴയമത്തിൽ പാപം ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. പുതിയമത്തിൽ പാപം എന്ന് പറയുന്നു അതിന്റെ സീഡ്, വിത്താണ് യേശുക്രിസ്തു ലക്ഷ്യമിടുന്നത്. വിത്ത് കിടക്കുന്ന മണ്ണിന്റെ താഴെയാ പ്രിയപ്പെട്ടവരെ. ഉദാഹരണം, എന്താണ് കൊലപാതകം? കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ കൊലപാതകമായി. പുതിയമത്തിൽ യേശുക്രിസ്തു കട്ടിയായി പറയുന്നത് കണ്ടോ? കുത്തി കൊല്ലണ്ട കൊലപാതകത്തിന്, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. അപ്പൊ പക വഴക്കുകൾക്ക് കാരണമാകുന്നു. പകയാണ് ഇതിന്റെ സീഡ്, അതാണ് അതിന്റെ വിത്ത്. നമ്മൾ ഒരാളെ കുത്തി കൊല്ലുന്നില്ലെങ്കിലും പക ഉള്ളിലുണ്ടെങ്കിൽ ഈ ഇന്ത്യ IPC നിയമം അനുസരിച്ചുള്ള ആ കുറ്റശിക്ഷാവധി നമുക്കും കിട്ടുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ കൊല്ലുന്നില്ലെങ്കിലും പകയുണ്ടെങ്കിൽ വിത്ത് സൂക്ഷിക്കുന്ന വിത്തുപുരയാണ്, പത്തായപ്പുരയാണ് നിന്റെ ഹൃദയമെങ്കിൽ ഇതിനകത്ത് വന്നാലും രക്ഷയില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരു ഭാഗം കേൾക്കണോ? എന്താണ് മോഷണം? അനധികമായി സ്വത്ത് പിടിച്ചെടുക്കുന്നതാണ് മോഷണം എന്ന് പറയുന്നു. പുതിയ യേശുവർത്ത് അങ്ങനല്ല. പിൻവാതിലിലൂടെ കടക്കുന്നവൻ ആരാണ്? കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പൊ ന്യായമല്ലാത്ത പണം 1 രൂപ, ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം അടക്കം 1 രൂപ നിന്റെ പെട്ടിക്കകത്തിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പേര് കള്ളനെന്നാണ്. സ്വത്തൊന്നും ആരും പറയില്ലെന്ന് എനിക്കറിയാം. കാരണം മഹാകള്ളന്മാരായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ദശാംശവും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവനാരാണ്? മഹാകള്ളൻ. നമ്മളെല്ലാം സ്വർഗം നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന വ്യഭിചാരം എന്താണ്? പഴയമത്തിൽ നിയമാനുസൃതമല്ലാത്ത ശാരീരിക ബന്ധം. പുതിയമത്തിൽ യേശു പറയുകയാണ്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുമ്പോൾ അത് സംഭവിച്ചു പോയി. അതിന്റെ വിത്ത് എന്താണ്? മോഹമാണ്. ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത്. അപ്പോൾ ഒരാൾ പുതിയമത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് കരുതി അവൻ ഭാവിയല്ലാതെ വരികയില്ല. അതുകൊണ്ട് അവന്റെ അകത്തൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ എന്തിനാണ് സാധിക്കുക പ്രിയപ്പെട്ടവരെ? മാങ്ങ പറിച്ചു കളഞ്ഞാൽ മാവിന് മാനസാന്തരം വരില്ല, കൊമ്പ് വെട്ടിക്കളഞ്ഞാൽ മാനസാന്തരം വരില്ല. അത് ബെഡ് ചെയ്യണം. മറ്റൊരു രക്തം, മറ്റൊരു പ്രവൃത്തി അതിനകത്തോട്ട് കയറി ചെല്ലണം എന്ന് പറഞ്ഞ കാട്ടൊലിവായതിനെ നാട്ടൊലിവാക്കാൻ ബെഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, പാപം
പത്തനംതിട്ടയുടെ പ്രശ്നമല്ല, പാപം കേരളത്തിന്റെ പ്രശ്നമല്ല, പാപം ഇന്ത്യയുടെ പ്രശ്നമല്ല, ഏഷ്യയുടെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ പരിഹാരം ഒരു കേരളത്തിലുള്ള ഒരാൾക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പാപത്തിന്റെ പരിഹാരം ഇന്ത്യക്കാരല്ല പറയേണ്ടത്, പാപത്തിന്റെ പരിഹാരം ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ വെളിച്ചത്തിലല്ല പറയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ സർവ്വജനത്തിനും പാപമുണ്ടെങ്കിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു പരിഹാരം തന്നെ ലോകത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ആ പരിഹാരം ആരാണെന്ന് ഞങ്ങൾ പറയുന്നു. പ്രാദേശിക നേതാക്കന്മാരെ പോലെ, പ്രാദേശികമായി അവതരിപ്പിക്കുന്ന ആളുകളെ പോലെ ഒരാളെ അവതരിപ്പിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഈ രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ അകത്തേക്ക് വരുത്താൻ കഴിയുന്ന, അവന് ഡയാലിസിസിന് വിധേയമാക്കുന്ന നിലവാരത്തിൽ അവന് രക്തത്തിനകത്ത് പരിവർത്തനങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ആ ഓപ്പറേഷൻ എവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളെ മുഴുവൻ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇതാ 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 ആദ്യത്തെ വാക്ക് കണ്ടോ, ഇതാ ബിഹോൾ, ഒരാളെ ചൂണ്ടിക്കാണിക്കുക. ആരാണ് ആ മനുഷ്യൻ എന്നറിയാമോ? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് ആൾ വിളിച്ചു പറഞ്ഞു, അവസാനം പീലാത്തോസും പറഞ്ഞു, ഇതാ നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ. ഇന്ന് രാത്രിയിൽ മുഴുവൻ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ സധൈര്യം ഈ ഗ്രൗണ്ടിൽ വെച്ച് ഒരുവരെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്, ഒരുവരെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അവന്റെ പേരാണ് ഞങ്ങൾ പറയുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. ആരാണ്ടിന്റെ മതിലിൽ പാതിരാത്രിയിൽ പത്തിയിലെ കുമ്മായം കൊണ്ട് നീട്ടിയെടുത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പേരെഴുതിയിട്ട് ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതിക്ക് ആ മതിലിൽ നിന്നും പേര് മാഞ്ഞു പോകുന്ന ഒരു നേതാവിനെയല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹൃദയത്തിനകത്ത് രക്തം കൊണ്ട് എഴുതുവാൻ കഴിയുന്ന, നിന്റെ അകത്ത് പരിവർത്തനം വരുത്തുവാൻ കഴിയുന്ന, ബ്ലഡിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ജനറ്റിക് പ്രോബ്ലം, ജന്മസിദ്ധമായ പാപങ്ങൾ വരെ, ലോകത്തിന്റെ വൈറസുകൾ വരെ കണ്ടുപിടിച്ച് കരിച്ചു കളയുവാൻ കഴിയുന്ന, ഹൃദയത്തിന് മാനസാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരു അഭൂതപൂർവമായ വ്യക്തിത്വം ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. ഈ രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഇതാ ആ മനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുൻപ് യോഗന്റെ അടുക്കലേക്ക് നടന്നു വന്ന യേശുവിനെ ഇന്ന് രാത്രിയിൽ ഈ കല്ലേലി ഗ്രൗണ്ടിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നിന്റെ വീടിനടുത്തൂടെ കടന്നു പോകുന്ന, പാപഭംഗിലമായ ജീവിതം നയിക്കുന്ന ഹൃദയത്തിനടുത്തൂടെ കടന്നു പോകുന്ന ഒരുവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന ആ പാപ പരിഹാര മാർഗം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുവാൻ ഈ ലോകത്തിൽ അവതരിച്ച ഒരുവരേ ഉള്ളൂ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. ആ കരകളൊന്ന് ചേർത്തടിച്ച ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൽ നിന്ന് വരവേൽക്കട്ടെ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരാ ലോകത്തിൽ വന്നത്? ആർഷ ഭാരതത്തിന്റെ സംസ്കാരം. എന്താ സംസ്കാരം എന്നറിയാമോ? ഞങ്ങൾക്ക് ഒരു ദൈവത്തെ വേണം. ആ ദൈവത്തെ വേണ്ടതിന്റെ പ്രാർത്ഥനാ വാചകമാണ് തമസ്സോമ ജ്യോതിർഗമയ, അസദ്ധ്യോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ. അത് കേൾക്കാത്ത ഏത് ഭാരതീയനാ ഉള്ളത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും അറിയാം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയ? 1 തമസ്സോമ ജ്യോതിർഗമയ, അർത്ഥം സുതാര്യമാണല്ലോ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ആരാണ് ലോകത്തിൽ അന്ധകാരം മാറ്റാൻ വന്നത്? ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു യേശുക്രിസ്തുവിനെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ ഇവിടെ ഭൂമി ഇരുണ്ടല്ല പോയത്, ഒരു നക്ഷത്രം ഉദിക്കുകയാണ് ചെയ്തത്. യേശു ജനിച്ചപ്പോൾ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ലോകത്തിലേക്ക് വരികയാ. യേശു ജനിച്ചപ്പോഴുണ്ടല്ലോ 400 വർഷം കൊണ്ട്, 4 നൂറ്റാണ്ട് കൊണ്ട് ഊഷരഭൂമിക്ക് സമാനമായി ഉറഞ്ഞു തുള്ളിയ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു മഴ പോലും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ പർവ്വതം തൊടുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന പഴയ ന്യായപ്രമാണത്തിന്റെ നിയമം കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ മുൻപിലേക്ക് യേശു അവതരിക്കുകയാണ്. ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതി കണക്കെ, തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാവർഷം എന്ന കണക്കെ യേശുവേറിയ മലമുകളിൽ ജനം ഇരച്ചു കയറി. തൊട്ടവനൊന്നും ചത്തില്ല, അവൻ ജീവൻ പ്രാപിച്ച തിരികെ വന്നത്. ഈ രാത്രി ഞങ്ങൾ പറയപ്പെടുന്നു, ഉറഞ്ഞു തുള്ളിയ ഈ മണ്ണിനകത്ത് അന്ധകാരം മാറ്റാൻ വന്നവൻ ആരാണെന്നറിയാമോ? അക്ഷര അഭ്യാസം ഉളവാക്കുവാൻ വന്നവൻ ആരാണെന്നറിയാമോ? പള്ളിയോട് ചേർത്ത് കൂടാരങ്ങൾ സൃഷ്ടിച്ച പള്ളിക്കൂടം ഉണ്ടാക്കിയ മിശ്രതിമാർ സ്തുതിച്ചത് ആരെയാണെന്നറിയാമോ? ജാതി മത വർഗ വർണ്ണ ചിന്തകൾ കൊടികുത്തിവാണ് ഈ
കേരളത്തിന്റെ മണ്ണിൽ പോലും ഞാറ് നടന്ന പെണ്ണെന്ന് വരാതിരിക്കുവാൻ നടുവിനെ നാടുവാഴി ഓലക്കൂടെ കുത്തി നിന്ന് പെണ്ണുങ്ങളെ ഞാറ് നടുവിക്കുമായിരുന്നു. നൂലിനത്തെ കണ്ടത്തിൽ നിന്ന് താഴത്തെ കണ്ടത്തിലേക്ക് വരമ്പ് പൊട്ടിച്ചു വിട്ടാൽ വെള്ളം പോകും. അങ്ങനെ പെട്ടെന്ന് പണി തീർക്കണ്ട മരക്കൊട്ടയുടെ തുലാക്കട്ട ഉണ്ടാക്കി രാവിലെ മുതൽ വൈകിട്ട് വരെ അവരെ കൊണ്ട് വെള്ളം തേകി ഒഴിക്കുമായിരുന്നു. മലയെപ്പൊലയിന മാടത്തിന് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. വാഴക്കുല തമ്പുരാന്റെ വീട്ടുമുറ്റത്ത് പിണ്ടി ഇതുവരെ വളമിട്ടവനും ഇടുന്ന കോഴിമുട്ട തറവാടിന്റെ വീട്ടുമുറ്റത്ത് പുറകെ വരുന്ന കാഷ്ടം ഇവന്റെ ചീരയ്ക്കും വാഴയ്ക്കും അധ്വാനിക്കുന്നവർ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ നാവിൽ ശൂലം കുത്തിയിറക്കുന്ന ചെവിൽ ഈയും ഒരുക്കി ഒഴിക്കുന്ന ഈ അടിമ സമ്പ്രദായങ്ങൾ നിലനിർത്തി ഇവിടെ മാറ്റി ഉടച്ചത് വിൽബർ ഹോൾസ് ആയെന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, എബ്രഹാം ലിങ്കൺ ആണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ബൈബിൾ പരിശോധിച്ചു നോക്ക്, ഏകദേശം 650 കൊല്ലമായി യഹൂദൻ അല്ലാത്ത ഒരുവന്റെ കയ്യിൽ നിന്ന് അപ്പക്കഷണം വാങ്ങി തിന്നാൽ പന്നിയുടെ മാംസം തിന്നുന്നതിന് തുല്യമെന്ന് പറഞ്ഞു 600-ൽ പരം വർഷങ്ങളായി കാലുകുത്താത്ത ശമയുടെ മണ്ണിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിടെ കാലുകുത്തി. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കിയത്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കമുള്ളവര് ഈ ഞങ്ങളുടെ സഭായോഗത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, അദ്ദേഹം വലിച്ചെറിയുന്ന പോക്കറ്റിലെ പിച്ചക്കാശ് മേടിക്കുന്ന ഭിക്ഷക്കാരൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നാൽ, ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും പിച്ചക്കാരൻ വന്നാലും ഞങ്ങൾ ഒരപ്പത്തിൽ നിന്നേ കൊടുക്കൂ, ഒരു പാനപാത്രം ഓഹരിക്കായി കൊടുക്കൂ. ഈ സമത്വസുന്ദരമായ രാജ്യം പ്രസംഗിക്കുവാൻ അന്ധകാരം മാറ്റുവാൻ വന്ന ആ അത്ഭുത പ്രകാശം ആരാണ് പ്രിയപ്പെട്ടവരെ? 33 വർഷം കൊണ്ട് പാലസ്തീന്റെ പച്ചമണ്ണ് മുഴുവൻ ഉഴുതുമറിച്ച് കണ്ണിൽ കണ്ടവരെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 കോടതികളിൽ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിച്ച് പീലാത്തോസിന്റെ കൽത്തല മുതൽ കാൽവറി വരെ ഗബ്ബത്താ മുതൽ ഗോൽഗോത്ത വരെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിലേക്ക് നിങ്ങൾ നടത്തിയ 33 തിരുവയസിൽ ചോര കളിക്കുന്ന പ്രായത്തിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിന്റെ വീതിയിൽ ഇറങ്ങിയ പടയുടെ സമർത്ഥനായ സാരഥിയെ പോലെ ചോര കളക്കുന്ന പ്രായത്തിൽ കുടിവെള്ളം കൊടുക്കാതെ ഈ ലോകം ക്രൂശിച്ചു കൊന്ന ആ യേശു മരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയത് കണ്ടോ നിങ്ങൾ? ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആ യേശുവിനെ അടക്കി വെച്ച കല്ലറയിൽ നിന്ന് കല്ലറയുടെ കവാട ബന്ധിത മകാശില പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്തുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ന്യായപ്രമാണ വിധിയെ കടമുഴക്കിക്കൊണ്ട് അന്ധകാരത്തെ അട്ടിമറിച്ച് കരികൾ ഭിത്തികളെ കാറ്റിൽ പറത്തി ചരിത്രത്തിൽ ആദ്യമായി ഒരുവൻ അന്ധകാരം ഉടച്ചു വാർത്തു. അവന്റെ പേരാണ് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു ക്രിസ്തു. 50 വയസ്സ് വരെ യാക്കോബായക്കാരനായി ജീവിച്ച് മുഴുവൻ കള്ളുകൂടിനായി ജീവിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ, നാട്ടിൽ തലവേദനയായി മാറിയ, നാട്ടിൽ ഇരട്ടപ്പേരുള്ള എൻ്റെ അപ്പൻ്റെ അന്ധകാരം മാറ്റിയത് ഈ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നപ്പോഴാ പ്രിയപ്പെട്ടവരെ. അപ്പൻ്റെ മുണ്ടിൻ്റെ തുമ്പെ പിടിച്ചുകൊണ്ട് അപ്പൻ്റെ കഥാവേദിയിൽ കഥാപ്രസംഗം പറഞ്ഞ് നടന്ന രാജന്റെ മരണം, നീലിയുടെ ചെറ്റക്കുടിൽ ഈ കഥാപ്രസംഗം നടന്ന എനിക്ക് കഥ പറഞ്ഞു കിട്ടുമ്പം ഒരു നേരത്തെ ഇറച്ചി കുട്ടിയുള്ള ഊണ് അപ്പൻ കാശെല്ലാം മേടിച്ചെടുക്കും. എൻ്റെ അന്ധകാരം മാറ്റിയത് എൻ്റെ വീടിൻ്റെ അകത്തെ കടമറ്റത്തെ സേവയുണ്ടായിരുന്നു. വീടിൻ്റെ ഒരു മൂലയ്ക്കകത്തെ മദ്ബഹ സ്വയമായി ഉണ്ടാക്കി അപ്പൻ കുർബാന ചൊല്ലുമായിരുന്നു. സകല മന്ത്രവാദവും സകല ആഭിചാരങ്ങളും സകല ദുർമന്ത്രവാദങ്ങളും ഒരു പ്യാരിസിന്റെ മിഠായി മതി നിന്നെ എനിക്ക് മടക്കിക്കൊണ്ടുവരാൻ എന്ന് എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ എന്നെ വെല്ലുവിളിച്ചത്. എനിക്ക് മന്ത്രവാദം അറിയത്തില്ല, എനിക്ക് ആഭിചാരം അറിയത്തില്ല, പക്ഷെ എനിക്ക് വേദപുസ്തകത്തിൽ യേശുവിനെ അറിയാമായിരുന്നു. 16 വയസ്സുള്ള ഞാനും അമ്മ എൻ്റെ അപ്പൻ നമ്മൾ നേർക്ക് നിന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ജയിച്ചതാരെന്നറിയാമോ? ദുർമന്ത്രവാദങ്ങളുടെ കടപൊഴുക്കിക്കൊണ്ട് ആഭിയാത്തിനെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അന്ധകാരം മാറ്റുവാൻ വന്ന ആ വെളിച്ചം എന്റെ ജീവിതത്തിലേക്ക് വരുവാനിടയായി. ഇവരെ കരമടിക്കുന്ന ഓരോരുത്തരും കരമുയർത്തുന്ന ഓരോരുത്തരും വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ അന്ധകാരം മാറ്റുവാൻ അമേരിക്കയിൽ നിന്ന് പണമല്ല വന്നത്, ഞങ്ങളുടെ അന്ധകാരം മാറ്റുവാൻ ആടും കോഴിയുമല്ല കിട്ടിയത്, ഞങ്ങളുടെ അന്ധകാരം മാറ്റിയത് ഓലയിട്ട വീട് ഓടാക്കിയതല്ല, അകത്തളത്തിൽ വരേണ്ടവൻ വന്നു. ഇന്ന് രാത്രിയിലും നിന്റെ അന്ധകാരം മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുവാൻ, തല തെറിച്ചതിന്റെ തലമുറകളുടെ അന്ധകാരം മാറ്റുവാൻ, ഈ കല്ലേരിയിലുള്ള ഈ
കോന്നിയിലുള്ള ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ അന്ധകാരം മാറ്റുവാൻ ഒരു വെളിച്ചത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, യേശു ക്രിസ്തു. ആ അന്ധകാരത്തിന്റെ ഒരു പച്ചയല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ മുഖത്തില്ല. 35 വർഷമായി യേശുവിനെ പ്രസംഗിച്ച് കിടക്കാൻ വീടില്ല. ഞങ്ങളുടെ ഭാഷയോട് ചോദിച്ചു നോക്ക്. ഇനി അത് പ്രസംഗിക്കാനും പറ്റില്ല. അതിനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു. ആവേശകരമായ വാചകമായിരുന്നു. ഇനി അതും പറയാൻ പറ്റിയില്ല. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു ഏപ്രിൽ 16 ആധാരം ചെയ്യുക. പക്ഷെ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയുക, 35 കൊല്ലം യേശുവിനെ പ്രസംഗിച്ചിട്ട് കിടക്കാനൊരു വീടുണ്ടായില്ല. പക്ഷെ മുഖത്ത് ആ ചമ്മിയ മോന്തയാണോ നിങ്ങൾ കാണുന്നത്? ആണോ? എന്താ ഈ പ്രത്യേകതയുടെ കാര്യം എന്നറിയാമോ? എല്ലാ കാര്യം ഈ വെളിച്ചമകത്ത് വരുമ്പോഴാണ്. വെളിച്ചമകത്തുള്ള ഒരു സ്വത്രം പറഞ്ഞ് ചിലരുടെ മോന്ത കണ്ടിട്ട് പവർ കട്ട് വന്നതുപോലെ ഇരിക്കുന്നു. രാത്രി 9:15 യോഗം തീരും. നിങ്ങളെങ്ങനെ വീട്ടിൽ പോവും പറ? ഈ ട്യൂബ്ലൈറ്റും ഹാലജൻ ബൾബും പുറകെ വരുമോ? ഇല്ലല്ലോ. കയ്യിൽ ടോർച്ച്. ഇപ്പം മൊബൈലാണല്ലോ. ഈ വെളിച്ചം എവിടെ ആയിരിക്കും? നമ്മുടെ അകത്ത് വെട്ടമുണ്ടെന്ന് പറ, ഒറ്റ തെളിവ് തരിക. ഈ പണ്ടത്തെ ടോർച്ച് മൊബൈൽ, ഈ വെളിച്ചം എവിടെ ഇരിക്കുന്നത്? വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ടോർച്ചിൻ്റെ മുഖം പഴിച്ചു മാറ്റി ചിരിച്ചു പിടിക്കുമ്പോൾ എവറടി എന്നെഴുതിയ 2 പൂച്ച വട്ടം ചാടുന്ന 2 ബാറ്ററി കഷ്ണം വരും. എൻ്റെ ഷർട്ട് പോലെ വെളുത്തിരിക്കുന്ന 2 കടലാസ കഷ്ണങ്ങൾ. തെറ്റിദ്ധരിക്കരുത്, അതിനകത്തല്ല വെട്ടം. അതങ്ങോട്ട് വലിച്ചു കീറ്. കറുത്ത കരിവിട്ടിക്ക് കരിവോയിലടിച്ചതുപോലെ 2 കരിക്കട്ട കഷ്ണം. ഉത്തരം, അതിനകത്താണ് വെട്ടം. ചോദ്യം, 1349 ഗ്രാം തൂക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ലോകത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരോട് നമ്മൾ ചോദിച്ചു, എൻ്റെ വീട് വരെ ഒന്ന് ചെല്ലണം, കുറച്ച് വെളിച്ചം വേണം, എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അവർ പറയുകയാണ്, നിൻ്റെ താൽക്കാലികമായ വീട് വരെ ചെല്ലാൻ ഒരല്പം വെളിച്ചം ഒളിച്ചു വെക്കണം. 2 കരിക്കട്ട കഷണം തരൂ, ഞങ്ങൾ അതിനകത്ത് വെളിച്ചം ഒളിച്ചു വെക്കാം. സത്യമാണല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ശാസ്ത്രത്തിന് താൽക്കാലികമായതിൻ്റെ വീട് വരെ ചെല്ലാൻ അല്പം വെളിച്ചം ഒളിച്ചു വെക്കുവാൻ 2 കരിക്കട്ട കഷണം മതിയാകുമെങ്കിൽ കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യന്റെ മനസ്സിനകത്ത് അവന്റെ ശാശ്വതമായ ദൈവരാജ്യം വരെ ചെന്നെത്താനുള്ള നിത്യജീവന്റെ വെളിച്ചം ഒളിച്ചു വെക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായ ദൈവത്തിന് കഴിയുമെന്നും ആ വെളിച്ചം അകത്തളത്തിൽ ഏത് പവർ കട്ടിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളുടെ അരകെട്ടി വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കണം. അഗ്നിജ്വാലയെ അവൻ തന്നെ ശുശ്രൂഷകന്മാരാക്കുന്ന ദൈവം. ലോകത്തിന്റെ അന്ധകാരം മാറ്റാൻ വന്ന ആ ദൈവം ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു. 2, ഞങ്ങളെ അസത്യത്തിൽ നിന്നും എന്ത് ചെയ്യണം? സത്യത്തിലേക്ക് എന്ത് ചെയ്യണം? നടത്തണം. വളരെ മനോഹരമായ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്, സ്വന്തമല്ല കടമ. എന്താണ് ഈ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നടത്തണം? മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ് അവസാനിപ്പിക്കണം. സത്യമൊക്കെ സത്യം, നീതി, ഇതൊക്കെ പറഞ്ഞ കോടതി വാക്കാണ്. ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാകുന്ന പിള്ളേർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുകയാണ്. 3ഉം 2ഉം എത്രയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചിരിച്ചേച്ച് റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലെ ചിരിച്ചേച്ച് എൻ്റെ മുഖത്തേക്ക് നോക്ക്. ഓ, ഇത് പറയാനാണോ അങ്കമാലിത്ര ദൂരം വന്നത്? 3ഉം 2ഉം എത്രയാണ്? എന്നാലും പറ, പ്രസംഗത്തിൻ്റെ ഒരു പുഷ് ബാക്ക്. 3ഉം 2ഉം എത്രയാണ്? 5. ഇതാണ് സത്യം എന്ന് പറയുന്നത്. ഓ, അതാണോ ഇത്ര വലിയ സത്യം? വിശദീകരണോടെ കേൾക്കണം. 3ഉം 2ഉം 5 ആയത് ഇന്നലെ മുതൽ അല്ല. 3ഉം 2ഉം 5 ആയത് മിനിഞ്ഞാന്ന് മുതൽ അല്ല. 3ഉം 2ഉം 5 ആയത് കഴിഞ്ഞ മാസം മുതലല്ല. 3ഉം 2ഉം 5 ആയത് കഴിഞ്ഞ വർഷം മുതലല്ല. 3ഉം 2ഉം 5 ആയത് കഴിഞ്ഞ നൂറ്റാണ്ട് മുതലല്ല. കണക്ക് മാഷ് 3 + 2 = 5 എന്ന് എഴുതിയപ്പോഴല്ല 3ഉം 2ഉം 5 ആയത്. പൈതഗോറസ് കണ്ടുപിടിച്ചത് കൊണ്ടല്ല 3ഉം 2ഉം 5 ആയത്. 3ഉം 2ഉം 5 ആയത് കൊണ്ടാണ് പൈതഗോറസ് കണ്ടുപിടിച്ചത്. 3ഉം 2ഉം 5 ആയതുകൊണ്ടാണ് മാഷ എഴുതി പിടിപ്പിച്ചത്. 3ഉം 2ഉം 5 ആയതുകൊണ്ടാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനി 3ഉം 2ഉം നാളെ 6 ആവില്ല. സാമ്പത്തിക വിദഗ്ധനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി പറയുകയാണ്, നമുക്കൊരു പരിഷ്കാരം വരുത്താം, 3ഉം 2ഉം 6 ആകട്ടെ. നടക്കില്ല കേട്ടോ. എല്ലാ പരീക്ഷണങ്ങളും ഇവിടെയുള്ള 18 ലക്ഷം കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യയുടെ ഗവർണർ ഊർജിത് പട്ടേൽ പോലും അറിയാതെ 4 ലക്ഷം കോടി രൂപ മാത്രം മാറ്റിവെച്ച് ബാക്കി 14 ലക്ഷം കോടി രൂപയുടെ തിരിമറികൾ നടത്തി ഒറ്റ ദിവസം കൊണ്ട് പുതിയ നോട്ട് വന്നില്ലേ? അത്ര വലിയ മിടുക്കനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് വിട്ടുകൊടുക്കാം. 3ഉം 2ഉം എത്രയാക്കാം? അദ്ദേഹം പറയാണ്, എന്റെ പരിഷ്കാരം 3ഉം 2ഉം 8
ഉണ്ടാകട്ടെ. നടക്കാൻ പോകുന്ന കേസല്ല. ബാലരമൻ ലുട്ടാപ്പി വന്നാൽ പോലും 3 2 8 ഒരു മുതുകാട് വന്നാലും ആകില്ല, സാമ്രാജ്യം വന്നാലും ആകില്ല, ആര് വന്നാലും ആകില്ല. 3 2 5 പഠിപ്പിച്ച കണക്കുമാടി ചത്ത 40 അടിയന്തരം കഴിഞ്ഞാലും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു സത്യമാണെന്ന് പറഞ്ഞാൽ അത് ഇന്നലെ മുതലല്ല, അത് മിനിഞ്ഞാന്ന് മുതലല്ല, അത് 4 നാൾ മുതലല്ലെന്ന്, അത് കഴിഞ്ഞ മാസം മുതലല്ല, 1800 അമേരിക്ക മുതലല്ല, 1905 കേരളത്തിൽ പെന്തിക്കോസുകാരെ പറയാൻ തുടങ്ങിയപ്പോഴല്ല യേശു സത്യമായത്. 10-200 കോടി ആളുകൾ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല യേശു സത്യമായത്. വലിയ ഗ്രഹം പ്രസംഗിച്ചത് കൊണ്ടല്ല യേശു സത്യമായത്. ജോൺ ഹുസ്, പിന്നെ അലക്സാണ്ടർ ഡെപ്പോ, വില്യം കെറി, അതോടൊപ്പം ജഡ്സൺ, ഇവരൊക്കെ പ്രസംഗിച്ചത് കൊണ്ടല്ല യേശു സത്യമായത്. ഇന്ന് കേരളത്തിൽ 500-ൽ പരം സഭകൾ ആക്രോശിച്ച് ആവേശത്തോടെ വിളിച്ചു പറയുന്ന അതൊന്നുമല്ല സത്യമായത്. യേശു സത്യമായത് കൊണ്ടാണ് ഞങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ യേശു സത്യമായിരിക്കും, അടുത്ത മാസം യേശു സത്യമായിരിക്കും. ഇന്ന് നേതാക്കന്മാരും നാളെ കാണത്തില്ല പ്രിയപ്പെട്ടവരെ. 3 പേരെ പത്രോസ് ഒരുമിച്ച് കണ്ടു. 2 പേർ വാനത്തിൽ, ഒരാൾ താഴെ. മറുരൂപമല്ല. ഞാനൊരു കമ്പിപ്പാറ എടുത്തോണ്ട് വരാം, കഴുക്കൊലു കുത്താന ഒരു കൂടാരം ഇവിടെ ഉണ്ടാക്കാം. കമ്പിപ്പാരമായി വന്നപ്പോഴുണ്ടല്ലോ യേശുവിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല. പഴയമത്തന്നെ മിടുമിടുക്കന്മാരെ ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ല. ഇന്ന് ഭരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരെയും റോമൻ സാമ്രാജ്യം അടക്കമുള്ള 4 സാമ്രാജ്യ വീരശക്തികളെയും ഇന്ന് ലോകത്തിൽ കാണാനില്ല. പക്ഷെ കാണുകയില്ലെന്ന് പറഞ്ഞു നിങ്ങൾ പടിയടച്ച് പെണ്ണും വെച്ച് ശവക്കുഴിയിൽ വെച്ച യേശുക്രിസ്തുവിന്റെ പ്രസ്ഥാനം 220-ൽ പരം രാജ്യങ്ങളിൽ പറന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റം വൃക്ഷമായി മാറിയതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തെ വേണ്ട അപ്പം മതി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് നിഗന്ധങ്ങൾ ഭേദിക്കുമാർ മുദ്രാവാക്യം വിളിച്ച റഷ്യൻ സാമ്രാജ്യം 10-15 രാജ്യങ്ങൾ ചിഹ്നിച്ചെതിരി പോയപ്പോൾ യേശുവിന്റെ സാമ്രാജ്യം ഒരു പടവാൾ എടുക്കാതെ, പടച്ചട്ട എണിയാതെ, പടക്കളത്തിൽ ഇറങ്ങാതെ, ഒരു പട നയിക്കാതെ, ഒരു AK-47 ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ, ഒരു കുതിരയുടെ കടിഞ്ഞാൻ പിടിയിൽ പോലും പിടിക്കാതെ, സ്നേഹത്തിന്റെ ചരട് കൊണ്ട് മുഴുവൻ ലോകത്തെയും തന്റെ വാഴ്വയിൽ വരുത്തിയ ഒരു ഇതിഹാസ പുരുഷൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാത്രമാകയാൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇത് മാറ്റാൻ കഴിയാത്തൊരു സത്യം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇത് മാറ്റാൻ കഴിയാത്ത പത്തനംതിട്ട പ്രൊസ്പെക്ടർ മാത്യു കോശിപ്പാശ മരിക്കും. പേടിയൊന്നുമില്ലല്ലോ, പേടിയൊന്നുമില്ല. ഉൾക്കട അധ്യക്ഷനായിരിക്കുന്ന ഇവിടുത്തെ മുൻ പാസ്റ്റർ ഫിലിപ്പ് പാസ്റ്റർ മരിക്കും. ചെറുപ്പക്കാരനായ റജിപ്പാസും മരിക്കും. പ്രസംഗിക്കുന്ന ജോയി വാറക്കിലും മരിക്കും. യേശു സത്യമാണെന്ന കോടിക്കണക്കിന് ആള് പ്രസംഗിച്ച ലോകത്തിന്റെ പ്രസംഗൻ ബില്ലി ഗ്രഹാം മരിച്ചു. പക്ഷെ പ്രസംഗിക്കപ്പെട്ട സത്യം ഇതുവരെ മരിച്ചിട്ടില്ല. കല്ലേലിയിൽ ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 3 വർഷമായി പ്രസംഗിക്കുന്ന ഞങ്ങൾ മരിക്കുമെങ്കിലും ഞങ്ങൾ പറയുന്ന ക്രിസ്തു എന്ന സത്യം ഇവിടെ മരിക്കുകയില്ല. അംഗീകരിക്കുന്നവരാ കരമടിച്ച ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതാണ് സത്യം. ഒരു വാക്ക് കൂടെ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവങ്കിലേക്ക് നയിക്കണം. ആർക്കായത് പറയാൻ അവകാശം? എല്ലാവരും ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ശുഭം. മരിക്കുമ്പോഴാ തീരുന്നത്. മരണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ആർക്കാ കഴിയുന്ന പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് ചെറുപ്പക്കാരൻ കപ്പലോടിച്ചു പോവുകയാ, ആഴക്കടലിൽ ചെന്നു. നോക്കിയപ്പം ഭീകരമായ അന്തരീക്ഷം, പാറക്കെട്ടുകൾ എഴുതി വെച്ചിരിക്കുന്നു, നോ മോർ ബിയോണ്ട്. ഇതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ, ആര് പറഞ്ഞടാ ഇതിനപ്പുറത്തൊന്നുമില്ലെന്ന്. അത് ഇവിടം വരെ വന്നവനോ എഴുതിച്ചു വെച്ചേച്ച് പോയതാ. അവൻ നോക്കിയപ്പം ഭീകരമായ കടൽ, ആഴക്കടൽ, പേടിച്ചിട്ട് അവൻ ഇട്ടേച്ചു പോയതാ. നീ അപ്പുറത്തോട്ട് കിടക്ക്. അന്വേഷണത്തോടെയുള്ള ചെറുപ്പക്കാരൻ അപ്പുറത്തോട്ട് കപ്പൽ ഓടിച്ചു. ദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടു. ഒരു തുരുത്ത് കൊണ്ട് കാലുകുത്തിയ മനുഷ്യന്റെ പേരാണ് കൊളംബസ്. പോരാ, ക്രിസ്റ്റഫർ കൊളംബസ്. അന്ന് കാലുകുത്തിയ ആ ഭൂഖണ്ഡമാണ് ഇന്നത്തെ അമേരിക്ക. അന്ന് കാലുകുത്തിയപ്പോൾ അത് അന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ കണ്ടുപിടിക്കുമായിരിക്കാം. അപ്പൊ പാറക്കെട്ടിനകത്ത് ആരാണ്ട് എഴുതി വെച്ച ഇതിനപ്പുറത്തോട്ട് ഒന്നുമില്ലെന്ന വാക്ക് കണ്ടുകൊണ്ട് തിരിച്ചു പോന്നിരുന്നെങ്കിൽ അന്ന് അമേരിക്ക കണ്ടുപിടിക്കത്തില്ലായിരുന്നു. ജീവിച്ച ഒത്തിരി മഹാന്മാരൊക്കെയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കാമെന്ന് പറഞ്ഞവരെല്ലാം മരിച്ചപ്പോൾ ശിലാഫലകം ഉയർന്നു. ഇവർ ജനനം ഇത്ര വർഷം, മരണം ഇത്ര വർഷം, അവിടം കൊണ്ട് അവസാനിച്ചെന്ന്. പക്ഷെ മരണത്തിനപ്പുറത്തും ജീവിക്കുമെന്ന് പറഞ്ഞവനും
ജീവിച്ചവനും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. ഒരിക്കൽ കൂടെ പറയട്ടെ, കല്ലറകളെ തകർത്ത് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളത്തിന്റെ വിഷമുള്ളവിടെ, യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായതിനൊക്കെയും അവൻ വിടുവിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞു ഇന്ന് രാത്രി നെറ്റിയുടെ മുകളിൽ നീ മരിക്കുമെന്നും നിന്റെ ശവക്കല്ലറ തുറന്നാൽ നീ നരകത്തിലെത്തുമെന്നും നിന്റെ തലയ്ക്ക് മുകളിൽ ന്യായവിധിയുടെ വാക്യബോർഡ് തൂക്കി നിനക്ക് അവകാശം വരുന്ന പിശാചിനോട് ഇന്ന് രാത്രി യേശു പറയുന്നത്, ഇവന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇവന്റെ പാപം ചുമന്നുകൊണ്ട് 2000 വർഷം മുന്നേ ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇവൻ എന്നെ വിശ്വസിച്ചാൽ നിന്റെ ന്യായപ്രമാണത്തിന്റെ വിധി ഞാൻ കടമുഴക്കും. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമെന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് പരാജയമല്ല, നിന്റെ വിജയം കുറിക്കുന്ന വാക്യമാണത്. ഒരു നിമിഷം എഴുന്നേൽക്കാം. വേദപുസ്തകം താഴെ വെച്ചിട്ട് എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ചു. 2000 വർഷം മുൻപ് ഞങ്ങൾ അവതരിപ്പിച്ച യേശു 220 പൗണ്ട് തൂക്കവുമായി ക്രൂശിലേക്ക് അവർ നടന്നു കയറി. നീളമുള്ള കാരിരുമ്പാണികൾ കയ്യിൽ തറച്ചു. ഈ രാത്രി നിങ്ങൾ മറക്കരുത്, 2000 വർഷം മുൻപ് പാലസ്തീനിൽ കൂടെ കടന്നുപോയ ഒരു യേശുവിനെ അല്ല ഞങ്ങൾ അവതരിപ്പിച്ചത്. ഈ രാത്രി കണ്ണടച്ചു നിൽക്കുന്ന, നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തൊട്ടടുത്തുകൂടി ഒരുവൻ കടന്നു പോകുന്നുണ്ട്. ഈ രക്ഷിതാവിനെ കാണാതെ പോകരുത്, ഈ ദൈവത്തെ കാണാതെ പോകരുത്. നമുക്ക് വേണ്ടി കുടിവെള്ളം കിട്ടാതെ ക്രൂശിൽ മരിക്കുന്ന, കാൽവറിയിൽ മരിക്കുന്ന യേശുവിനെ കാണാതെ പോകരുത്. ഇന്ന് രാത്രി 2000 വർഷം മുൻപ് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചവൻ 21 നൂറ്റാണ്ടായിട്ടും ഞങ്ങൾക്ക് പകരം ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. ലോകം എത്ര മാറിയാലും സാമ്രാജ്യങ്ങൾ മാറിയാലും സുവിശേഷ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദുവായ യേശുവിന് മാറ്റമില്ല. യേശുവിന് പകരം വെക്കാൻ ഒരാളില്ല ലോകത്തിൽ. കാൽവറി മലയിലേക്ക് നോക്കി ഇന്ന് രാത്രിയിൽ നമ്മുടെ പാപം ചുമന്നൊരിക്കുന്ന ദൈവ കുഞ്ഞാടിന്റെ അടുക്കൽ വന്ന്, യേശുവേ, എന്റെ പാപമാണ് അവിടുന്ന് ചുമക്കുന്നെങ്കിൽ എന്റെ പാപങ്ങളേറ്റു പറയുന്നു. നീ എന്റെ അന്ധകാരം മാറ്റണമേ, നീ എനിക്ക് വഴിയും സത്യവും ജീവനുമായിരിക്കണമേ, എന്റെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എന്നെ നയിക്കണമേ, എന്റെ കരം പിടിക്കണമേ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ക്രൂശിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ ഉയർത്താം. രക്ഷിതാവിനെ കാണ്ട പാപി, രക്ഷിതാവിനെ കാണ്ട പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവറി മലമേൽ നോക്കൂ നീ, ലോകത്തിന്റെ പാപം കാൽവറി മലമേൽ നോക്കൂ നീ, ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണ പാപി, രക്ഷിതാവിനെ കാണ
നെഞ്ചിൽ കരം വെച്ചുകൊണ്ട് നിന്റെ പേരല്ലയോ രണ്ട് കരവും ചേർത്ത് പിടിച്ചോ. നിന്റെ പേരല്ലയോ ജ്ഞാനപീഠമതി ജ്ഞാനപീഠമതി ഉള്ളിലെ കണ്ണുകൾ കാണുക ഉള്ളിലെ കണ്ണുകൾ കാണുക പാപത്തിൽ ജീവിക്കുന്നവരെ പാപത്തിൽ ജീവിക്കുന്നവരെ നിന്റെ പേരല്ലയോ രക്ഷകൻ നിന്റെ പേരല്ലയോ രക്ഷകൻ രക്ഷിതാവിനെ കാണുവാൻ രക്ഷിതാവിനെ കാണുവാൻ നിന്റെ പേരല്ലയോ നിന്റെ പേരല്ലയോ അബ്രഹാമിന്റെ കൂടാരത്തിന് മുൻപിൽ 3 ദൂതന്മാരെത്തി. അബ്രഹാമിന്റെ കൂടാരത്തിലെത്തിയ 3 ദൂതന്മാരോട് അബ്രഹാം പറഞ്ഞു, യജമാനനെ, കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ കൂടാരത്തിന് മുൻപിൽ കൂടെ, നമ്മുടെ തകർന്ന ജീവിതത്തിന്റെ മുൻപിൽ കൂടെ ഏത് വാതിലും യേശു തുറക്കും. പക്ഷേ യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവന്റെ വാതിൽ മാത്രം യേശു ചവിട്ടി തുറക്കത്തില്ല, അത് മുട്ടുകയുള്ളൂ. കടന്നു പോകുന്ന യേശുവിനോട് ഇന്ന് രാത്രി ആര് പറയും, യേശുവേ, നീ കടന്നു പോകുന്ന യേശുവാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്. ഇന്നു മുതൽ സത്യമായ, ജീവനായ, വെളിച്ചമായ അങ്ങേക്ക് രുചിക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. തീരുമാനം നമ്മുടേതായിരിക്കട്ടെ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതാ ലോകത്തിൻ്റെ പാപം എന്നുള്ള വാക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മാറ്റുന്നു. എൻ്റെ പാപം ചുമക്കുന്ന, എൻ്റെ പാപം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ ജീവിതം, ഇനിയുള്ള ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ കർത്താവേ. ഞങ്ങളുടെ അന്ധകാരം മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ ന്യായവിധിയുടെ വാക്യങ്ങൾ മാറ്റണമേ കർത്താവേ. തലവിധികളും വരകളും മാറ്റണമേ കർത്താവേ. മാരക രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ദേശം വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ലോകത്തിലെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടിനെ ഈ രാത്രിയിൽ ദൈവമായ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവദാസൻ വീണ്ടും ഇവിടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. അനേക ഹൃദയങ്ങളോട് ഹൃദയമായി സംസാരിക്കുന്ന അവൻ്റെ വചനങ്ങളെ ദൈവത്തിന് സ്തോത്രം. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ കർത്താവിനെ നമ്മുടെ കരങ്ങൾ ഉയർത്തിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ട എല്ലായിടങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗം കൊണ്ട് അനേക
അനേകർ ഇതിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കണതിനായും നമുക്ക് ദൈവസമയെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. തീരുമാനങ്ങളോട്, പ്രതിഷ്ഠകളോട്, മാനസാന്തരത്തിനായി ഒരുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായും നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഹൃദയങ്ങളെ ദൈവമായി കർത്താവ് ഇടയാക്കട്ടെ. അനേക വാതിലുകൾ അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവിന് വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നാം പിരിഞ്ഞു പോകുവാൻ ദൈവത്തിലേക്ക് നാം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവദാസന ശുശ്രൂഷയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ നന്ദിയോടെ അദ്ദേഹത്തെ നാം ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 3 വർഷമായി ഈ സ്റ്റേഡിയത്തിൽ വന്ന് കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പിന്നെ ധാരാളമായി തന്നെ അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് വിശേഷൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സെക്ഷന്റെ ചുമതലയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ PS മാത്യു അവர்கள் മുൻപിട്ട് കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രികാലം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രവിപ്പാനും അമ്മേ വചനത്തിൽ നിന്ന് വിലയേറിയ കാര്യങ്ങൾ ഗ്രഹിപ്പാനും അങ്ങയുടെ ദാസനെ ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചല്ലോ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആ രക്ഷകനായ കർത്താവിനെ കണ്ടുമുട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവരുടെ പാപത്തിൻ്റെ പരിഹാരം നൽകിക്കൊടുക്കുവാൻ കഴിയുന്ന ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഈ ശബ്ദം കേട്ട ആരുടെയെങ്കിലും ജീവിതത്തിൽ യേശു രക്ഷകനായി കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഹൃദയങ്ങളോട്, ആ കുടുംബങ്ങളോട് ദൈവം ഇടപെടുമാറാകണമേ. വചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ഭൃത്യനായി സ്തോത്രം. ആമേ, തുടർമാനമായി 3-ാമത്തെ വർഷവും ഈ ഗ്രൗണ്ടിൽ കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ നിന്റെ ദാസനെ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. തൻ്റെ വരും ദിവസങ്ങളിലെ ശുശ്രൂഷകളെല്ലാം കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ അനേകർക്ക് വിടുതലായി തീരുവാൻ കർത്താവ് കൃപ നൽകണമേ. ആമേ, നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ കൂടിവരവുകളെയും ദൈവം അനുഗ്രഹിച്ചാട്ട് ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്ത് ഞങ്ങളുടെ ഭൃത്യനായി സ്തോത്രം ചെയ്യുന്നു. ആമേ, ഭംഗിയായി അമ്മയെ അത് ലീഡ് ചെയ്യുവാൻ തൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ ദാസനായി സ്തോത്രം. തൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കല്ലേലി ദൈവസഭയ്ക്കായി ആമേ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഈ പ്രജി പാസ്റ്റർക്കായി അങ്ങേ സ്തുതിക്കുന്നു. ആമേ, ഈ സഭയോടുള്ള ബന്ധത്തിൽ ആമേ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ, ഇന്ന് പകൽക്കാലം ആമേ ഈ രാത്രികാലം ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്ര ദൈവം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമേ. അടുത്ത ദിവസം നടക്കുന്ന കൂടിവരവുകളിലും ആമേ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ. നല്ല ഗാനങ്ങൾ പാടുവാൻ ആമേ പ്രിയ ഗായക സംഘത്തെ ദൈവം ഉപയോഗിച്ചല്ലോ. വരും ദിവസങ്ങളിലും അഭിഷേകത്തിന്റെ നിറവിൽ പ്രിയപ്പെട്ടവരെ ദൈവം നിലനിർത്തുമാറാകണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുവാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സെറാഫ് ടീമിനായി സ്തോത്രം. അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അടുത്ത ദിവസത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ VP റജി അവർ പ്രസ്താവിക്കുന്നതായിരിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നിമിഷം കൂടെ അതാത് സ്ഥാനങ്ങളിലിരിക്കാം. ഇന്ന് രാത്രിയിൽ വളരെ ഐശ്വര്യമായി അനുഗ്രഹീതമായ ദൈവിക വചന സന്ദേശം നൽകി തന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോയി പാറയ്ക്കൽ അവരോടുള്ള വിശേഷാൽ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നാളത്തെ യോഗപുരം കൂടെ അറിയിക്കുന്നു. നാളെ കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ടീം നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യം 6 മണിക്ക് തന്നെ കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാളെ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവറുകൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ കൂട്ടി കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രസ്ബിറ്റർ മാത്യൂസ് കോശി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് യോഗ അവസാനിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മോട്, നമ്മുടെ കുടുംബങ്ങളോട്, കേട്ട വചനങ്ങളുടെ അനുഗ്രഹത്തിനായി വചനം സംസാരിച്ച ദൈവദാസനോടുകൂടെ പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി എല്ലാവിധമായ വിടുതലിനായും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ എല്ലാവരും എത്തിച്ചേരുക. മറ്റുള്ളവരെ കൂടെ നാളെ കൺവെൻഷനായി കൂട്ടിക്കൊണ്ടുവരിക.
നാളെ രാത്രിയിൽ ഈ ദിവസമെല്ലാം തന്നെ വളരെ അനുഗ്രഹരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നല്ലോ. ലഭിക്കുന്ന സമയങ്ങൾ ആരും നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കും.